സാക്ഷി പറഞ്ഞത് എനിക്ക് വേണ്ടിയാണ്. ഒരു വർഷത്തോളം എനിക്കൊരു വയറുവേദന ഉണ്ടായിരുന്നു. ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഭയങ്കര പാടായിരുന്നു. അങ്ങനെ എൻ്റെ 2 മക്കളാണ് എൻ്റെ ഭവനത്തെ എല്ലാ പണികളും ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ആശുപത്രിയിൽ പോയിരുന്നു. അപ്പോൾ സ്കാനിങ് എഴുതി തന്നു. ഞാൻ അങ്ങനെ കയ്യിൽ 5 പൈസ പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യാഴാഴ്ച ഇവിടെ ആരാധനയ്ക്ക് മധ്യയായിരുന്നു. ബദർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞ് കട്ടികളും മുഴകളും എല്ലാം മാറിപ്പോകുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ എൻ്റെ വയറ്റിന് എന്തോ ഒരു ഭാരം ഇറങ്ങി പോകുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഭവനത്തിൽ ചെന്നപ്പോൾ എനിക്ക് എല്ലാ പണികളും ചെയ്യാൻ എനിക്ക് ദൈവം ഒരുക്കി തന്നു. ഇത്രയും വലിയ ദൈവം അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാകോടി നന്ദി പറഞ്ഞെന്ന് എൻ്റെ സാക്ഷി നിന്ന് വിരമിക്കുന്നു. ആമേൻ. വസന്ത പോങ്ങമോട്, ബേബി സരോജ, ഇവിടെ നിൽക്കുവാൻ പേര് പറഞ്ഞവർ മാത്രമേ ഇവിടെ വന്ന് നിൽക്കാവൂ. പേര് സാക്ഷ്യത്തിനായി പറഞ്ഞവർ മാത്രമേ ഇവിടെ വന്ന് നിൽക്കാവൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് മകൻ സംസാരിക്കുമ്പോൾ വളരെ ശബ്ദം കൂട്ടിയാണ് സംസാരിക്കുന്നത്. വളരെ പ്രയാസത്തോടെയാണ് അവൻ സംസാരിക്കുന്നത്. കുറച്ചു നേരം ഉറച്ച് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവൻ സംസാരിക്കുന്നത് ശരിക്കും പുറത്ത് വരികയില്ല. വളരെ സ്ട്രെയിൻ എടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. പല ഡോക്ടറെയും ഞങ്ങൾ മാറി മാറി കാണിച്ചു. അവരെല്ലാം വോയിസ് റെസ്റ്റാണ് പറഞ്ഞത്. പലപ്പോഴും ഞങ്ങൾ ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടു. വോയിസ് റെസ്റ്റ് ഈ കുഞ്ഞിനെ കൊണ്ട് എത്രയാണ് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ ഇരുന്ന് ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. അദ്ദേഹം നാസൽ എൻഡോസ്കോപ്പി ചെയ്തിട്ട് തൊണ്ടയുടെ 2 ഭാഗത്തും ചെറിയ 2 മുഴകൾ കാണുന്നതായിട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് വളരെയധികം ഭാരം തോന്നി. 2 ടാബ്ലറ്റ് തന്നിട്ട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വരണം, അത് സർജറി ചെയ്ത് എടുത്ത് കളയേണ്ടതാണെന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ ഭാരത്തോടെ ആയിരുന്നു. ഓഗസ്റ്റ് മാസം 2nd സാറ്റർഡേ ആയിരുന്നു ഇത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കുടുംബമായി കാർത്തിക തിരുനാൾ തിയേറ്ററിലെ 2nd സാറ്റർഡേയുടെ പ്രെയറിൽ അറ്റൻഡ് ചെയ്തു. വളരെ ഭാരത്തോടെ ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേ ബ്രദർ പ്രാർത്ഥനാ മധ്യേ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കട്ടികളും മുഴകളും മാറിപ്പോകുന്നു. ഓപ്പറേഷന് വേണ്ടി വിധിക്കപ്പെട്ട 2 പേർക്ക് ദൈവം ഓപ്പറേഷൻ കൂടാതെ തന്നെ വിടുതൽ കൊടുക്കുന്നുവെന്ന്. ആ സമയത്ത് തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ രോഗം ദൈവം എടുത്തു മാറ്റി. വീണ്ടും ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റിന് പോയപ്പോഴത്തേക്കും ശരിക്കും നാസൽ എൻഡോസ്കോപ്പിയിൽ കൂടെ മാത്രം കാണാൻ പറ്റുന്ന ഈ മുഴ ഡോക്ടർ അത് ചെയ്യാതെ തന്നെ പരിപൂർണ്ണ വിടുതൽ കൊടുത്തിരിക്കുന്നു. ഇനി കുഞ്ഞിനൊന്നുമില്ല എന്ന് പറഞ്ഞു. കരം ഉയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിപ്പിക്കും. ഞാൻ സാക്ഷ്യം പറയണേ എനിക്ക് വേണ്ടിയാണ്. ഞാൻ മഞ്ഞനോവിൻ്റെയും ഇളുപ്പിൻ്റെയും രോഗത്താൽ കാരക്കുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 15 ദിവസം കിടന്നു. പലവിധ മരുന്നുകളും ചെയ്ത് എനിക്കൊരു കുറവും ഉണ്ടായില്ല. ഞാൻ ഇവിടുത്തെ ഫോൺ ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. പ്രാർത്ഥിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു ദൈവം അത്ഭുത വിടുതൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ സമയം എൻ്റെ കയ്യിൽ കറണ്ട് ഷോക്കടിക്കും പോലെ ദൈവിക ശക്തി അനുഭവപ്പെട്ടു. ആ സമയം മുതൽ എനിക്ക് പരിപൂർണ വിടുതൽ, പരിപൂർണ സുഖവും കിട്ടി. അടുത്ത സാക്ഷ്യം, ഞാൻ ഒരു ബിസിനസ് കട നടത്തിക്കൊണ്ടിരുന്നു. അതിൽ കട നടത്തിക്കൊണ്ടിരുന്നപ്പം തന്നെ ഒരു വീട് വച്ചു. 3.5 ലക്ഷം രൂപ കടം ഒരു ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിവൃത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു വ്യാഴാഴ്ച ദിവസം ഇവിടെ ആരാധനയ്ക്ക് വന്നു. ആരാധന കഴിഞ്ഞ് സിസ്റ്ററിനോട് എൻ്റെ അവസ്ഥയെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ബിസിനസ് തകർന്ന നിങ്ങളെ ദൈവം ഇതാ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിറ്റേന്ന് തന്നെ നാഗർകോവിലെ ഒരു സോപ്പ് കമ്പനിയുടെ ഏജൻസി എന്നോട് പറഞ്ഞു, പൈസ ഒന്നും ഇപ്പം കൊടുക്കണ്ട, സോപ്പ് കൊണ്ടുവന്ന് ഇറക്കി തരാം, 15 ദിവസം കഴിഞ്ഞ് പൈസ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ ആ സോപ്പെല്ലാം ഇറക്കി കടകളിൽ കൊണ്ടുകൊടുത്ത് വിറ്റ് 2-3 ദിവസം കൊണ്ട് ആ സോപ്പുകളെല്ലാം വിറ്റ് തീർന്നു. ബാക്കി 12 ദിവസം വരെ എൻ്റെ കയ്യിൽ ആ പൈസ ഇരിക്കും. ഞാൻ വിചാരിച്ച് മറ്റൊരു ബിസിനസ് കൂടെ ചെയ്യാമെന്ന്. അങ്ങനെ ബേക്കറി സാധനങ്ങളെല്ലാം വാങ്ങി ഞാൻ കടകളിൽ കൊണ്ടുകൊടുത്ത് വിറ്റ് അങ്ങനെ എൻ്റെ ബിസിനസ്സിനെ യേശു അപ്പം അനുഗ്രഹിച്ച് ഇന്നൊരു കടവുമില്ല. ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇവിടുത്തെ ആരാധനയ്ക്ക് വന്നതുകൊണ്ട് ദൈവം
വളരെയധികം ശക്തിയോട് അനുഗ്രഹിച്ച് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ എല്ലാവരും. എൻ്റെ പേര് ഗോപകുമാർ. ഞാനൊരു ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്ന് ഉദ്ദേശം 7 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിയാണ് ഞാൻ. ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് യാതൊരു വിധമായ ജോലിയുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊരു തേയിലയുടെ ബിസിനസ്സായിരുന്നു ഞാൻ നടത്തിയിരുന്നത്. പാലക്കാട് നിന്ന് ഒരു ഏജൻസി അവിടെ നിന്ന് എനിക്ക് പാക്കറ്റ് തേയില തരികയായിരുന്നു. പക്ഷേ ഈ തേയിലയ്ക്കകത്ത് വിഷകരമായ മായം കലർത്തിയിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ബിസിനസ് നടത്തിയിരുന്ന ആ സമയത്ത് ഫുഡ് ഇൻസ്പെക്ടർ ഞങ്ങളുടെ ഭവനത്തിനടുത്തുള്ള കടകളിൽ ചെക്ക് ചെയ്യുകയും ഞാൻ സപ്ലൈ ചെയ്ത തേയില അവർ കണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെ അവർ എന്നെ 1-ാം പ്രതി ആക്കിക്കൊണ്ടും എനിക്ക് തേയില തന്ന ആളെ 2-ാം പ്രതി ആക്കിക്കൊണ്ടും ഒരു കേസ് ഫയൽ ചെയ്തു. പക്ഷേ ഇത് ക്രിമിനൽ കേസായിരുന്നു. എനിക്ക് വളരെയേറെ ദുഃഖമുണ്ടായിരുന്നു. ഞാൻ അന്ന് ഈ പ്രയർ ഗാർഡൻസിൽ ആരാധനയ്ക്ക് വന്നു തുടങ്ങിയിട്ടേ ഉള്ളുമായിരുന്നു. ഞാനപ്പോൾ സിസ്റ്ററെ വിളിച്ചിങ്ങനെ ഫോണിലൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടു. സിസ്റ്റർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട ഗോപകുമാരനെ പൂർണ്ണമായിട്ട് ഈ കേസിൽ നിന്ന് കർത്താവ് വിടുവിക്കുമെന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, കഴിഞ്ഞ വർഷം ഈ കേസിൻ്റെ വിധി വന്നു. അതിൽ 1-ാം പ്രതിയായ എന്നെ പൂർണ്ണമായിട്ടും വിടുവിച്ചുകൊണ്ടും 2-ാം പ്രതിയുടെ മേളിൽ പൂർണ്ണമായി കുറ്റം ആരോപിച്ചുകൊണ്ടും എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അതുമാത്രമല്ല, ഒരു ജോലിയുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് തേയില ബിസിനസ് ചെയ്തിരുന്ന എന്നെ ഈ ആരാധന കുടുംബമായിട്ട് മുടങ്ങാതെ വന്നതിൻ്റെ ഫലമായിട്ട് കാസർഗോഡ് ജില്ലയിലെ ഒരു ഗവൺമെൻറ് ഉദ്യോഗം തന്ന എൻ്റെ ദൈവം അനുഗ്രഹിച്ചു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച കർത്താവായ ദൈവത്തിന് കോടാനുകോടി നന്ദി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിർമ്മിച്ചു. ലളിത വണ്ടന്നൂർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ 2 വർഷമായി ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് 10 വർഷം കൊണ്ട് എനിക്ക് അൾസറിൻ്റെ അസുഖമായിരുന്നു. എനിക്ക് ആഹാരമൊന്നും കഴിക്കാൻ നിവർത്തിയില്ലായിരുന്നു. എൻ്റെ ഭവനത്തിൽ ജോലിയൊന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. ഞാൻ ബ്രദറ് കളത്തുവളയിൽ കൺവെൻഷന് വന്ന സമയത്ത് ഞാൻ വളരെ ഭാരത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, എനിക്ക് എൻ്റെ ഭവനത്തിൽ എല്ലാ ജോലികളും ചെയ്യുവാനും എനിക്ക് ആഹാരം കഴിക്കുവാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ പിറുപിറുക്കുമായിരുന്നു. കർത്താവെ, എനിക്ക് സൗഖ്യം തരണമേ, എൻ്റെ വയറിനുള്ള രോഗം എടുത്ത് മാറ്റണമേ എന്ന് ഞാൻ എപ്പോഴും പിറുപിറുക്കുമായിരുന്നു. എൻ്റെ പേരിങ്ങനെ ബ്രദർ വിളിച്ചു പറഞ്ഞു പിറുപിറുക്കുന്ന ലളിത കർത്താവിതത്തോട് നിന്ന് അതുമുതൽ എനിക്ക് എല്ലാ ആഹാരങ്ങളും കഴിക്കുവാനും എൻ്റെ ഭവനത്തിലെല്ലാ ജോലികളും ചെയ്യുവാനും അൾസർ എടുത്ത് മാറ്റി കർത്താവ് ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് കോടാനുകൂടി സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞാനിവിടെ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. 3 വർഷം മുമ്പ് എനിക്ക് സൈക്കിൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ പപ്പ എനിക്കൊരു സൈക്കിൾ വാങ്ങി തരികയും പപ്പ തന്നെ പഠിപ്പിക്കുകയും ചെയ്തു. ഒരു 6 മാസം വരെ പഠിപ്പിച്ചിട്ടും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. പപ്പ സൈക്കിളിൽ നിന്ന് കൈയെടുക്കുമ്പോഴെല്ലാം എനിക്ക് പേടിയാകുമായിരുന്നു. അതോടെ പപ്പ സൈക്കിൾ പഠിപ്പിച്ച് നിർത്തി. കുറേ ദിവസം കഴിഞ്ഞ് രണ്ടാമതൊരു ചേച്ചിയെ ഏർപ്പാടാക്കി. ആ ചേച്ചി ഒരു 2 മാസം വരെ പഠിപ്പിച്ചിട്ടും പഴയതുപോലെ തന്നെ. കുറേ ദിവസം കഴിഞ്ഞ് മൂന്നാമതൊരു ചേച്ചിയെ ഏർപ്പാടാക്കി. ആ ചേച്ചി കുറേ മാസം വരെ പഠിപ്പിച്ചിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. നീ ഇതുവരെ പഠിച്ചില്ലെന്ന് എല്ലാവരും കളിയാക്കി ചോദിക്കാൻ തുടങ്ങി. അതോടെ ഞാൻ സൈക്കിൾ പഠനം നിർത്തി. അങ്ങനെ 3 വർഷം കഴിഞ്ഞു. ഒരു ദിവസം പപ്പ സൈക്കിൾ വിൽക്കാൻ തീരുമാനിച്ചു. വാങ്ങാൻ വന്ന അങ്കിൾ സൈക്കിൾ ചെറുതെന്ന് പറഞ്ഞ് വാങ്ങാതെ പോയി. അങ്ങനെ പപ്പ എനിക്ക് ഒരവസരം കൂടി തന്നു. അങ്ങനെ വേദനയോടെ ഞാൻ ഒരു സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ പങ്കെടുത്തു. അപ്പോൾ ആൻറ്റി വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചോദിച്ചു കൊള്ളാൻ. ഞാൻ സൈക്കിൾ പഠിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചു. അടുത്ത സ്കൂൾ അടപ്പിന് പപ്പ 4മതൊരു ചേച്ചിയെ ഏർപ്പാടാക്കി. ആ ചേച്ചി ആദ്യത്തെ ദിവസം 1 മണിക്കൂർ പഠിപ്പിച്ചു. അന്ന് എൻ്റെ പേടി മാറി. 2ാമത്തെ ദിവസം 1 മണിക്കൂർ പഠിപ്പിച്ചു. അന്ന് എനിക്ക് തനിയെ ചവിട്ടാമെന്നായി. 3ാമത്തെ ദിവസം 1 മണിക്കൂർ പഠിപ്പിച്ചു. ഞാൻ അവിടെ നിന്ന് വീട് വരെ ചവിട്ടി വന്നു. അങ്ങനെ 3 വർഷം ശ്രമിച്ചിട്ട് പറ്റാത്തത് 3 മണിക്കൂറുകൾ കൊണ്ട് സാധിച്ചു തന്ന എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജെയിംസ് ബാബു. ഞാൻ കപ്പലിൽ മോട്ടർമാനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു 6 മാസത്തെ കോഴ്സിന് വേണ്ടിയിട്ട് ലണ്ടനിൽ പോയായിരുന്നു കഴിഞ്ഞ വർഷം. അതിൻ്റെ കോഴ്സൊക്കെ പൂർത്തിയായിട്ട് ഞങ്ങൾക്ക് എക്സാമും ഉണ്ടായിരുന്നു. ആ വർഷത്തിൻ്റെ ക്വസ്റ്റ്യൻ വളരെ ടഫായിരുന്നു. മീൻസ് അതിന് മുമ്പുള്ള എല്ലാ ഇതിനേക്കാളും ഭയങ്കര പ്രയാസമായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഫോണിൽ സിസ്റ്ററിൻ്റെ കൂടെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചപ്പം
സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് അപ്പം തന്നെ പറഞ്ഞ് യാതൊരു പേടിയും വേണ്ട, ദൈവം നിങ്ങൾക്ക് ഉന്നത വിജയം നൽകുമെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ 2 മാസത്തിന് മുമ്പ് എൻ്റെ റിസൾട്ട് വന്ന് അതേപോലെ തന്നെ എനിക്ക് ഉന്നത വിജയം കിട്ടി. കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്തപ്പം പിന്നെ അതേ കമ്പനിയിൽ തന്നെ എനിക്ക് മോട്ടോർമാൻ ആയിരുന്നു എനിക്ക് ഇപ്പം എൻജിനീയറായിട്ട് പോകാൻ ദൈവം സഹായിച്ച്. അതേപോലെ ഞാൻ ഈ ഡിസംബറിൽ ഓഫീസിൽ പോയായിരുന്നു. 2 ചെറിയ കോഴ്സുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ വരാൻ പറ്റുമോ അല്ലയോ എന്നൊരു ആലോചനയിലിരുന്നപ്പം തന്നെ ഓഫീസിൽ പോയപ്പം സൂപ്രണ്ടൻറ്റ് പറഞ്ഞ് ഞങ്ങൾക്ക് കപ്പലൊക്കെ ഇട്ടിരിക്കുന്നു, മിക്കവാറും ഈ മാസം അവസാനം അല്ലെങ്കിൽ ജനുവരിയിലിരിക്കും, അതുകൊണ്ട് നാട്ടിൽ പോകാനും ഞങ്ങൾ ഓഫീസിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ വരുവാനും ഇതിൽ പങ്കെടുക്കുവാനും എനിക്ക് ദൈവം സഹായിച്ചതിനായിട്ട് നന്ദി പറയുന്നു. അതേപോലെ തന്നെ ലണ്ടനിലിരുന്നപ്പം ഞാൻ വൈഫിനെയും കൊണ്ടുപോയായിരുന്നു. അവൾ അവിടെ വെച്ച് പ്രഗ്നൻ്റ് ആകുകയും അതിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പം സിസ്റ്ററിനെ വിളിച്ച് അപേക്ഷിച്ചപ്പം സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദൈവം നിങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ നൽകുമെന്ന് പറഞ്ഞ് അതിനുശേഷം 8ാമത് മാസം കഴിഞ്ഞപ്പം ചെക്കപ്പിനായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പം അവർ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് സിസേറിയൻ ചെയ്തതായിരുന്നു. പക്ഷേ യാതൊരു കുറവും ഇല്ലാതെ ദൈവം ഞങ്ങൾക്ക് സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞതുപോലെ തന്നെ ഒരു ആൺകുഞ്ഞിനെ നൽകി സുഖമായിട്ട് ഇരുന്നതിന് ഇത്രയും അനുഗ്രഹം നൽകിയ ദൈവത്തിന് കൊടാനുകൂടി നിന്ന് പറയാം. ഞാൻ പറയുന്ന സാക്ഷ്യം എനിക്ക് വേണ്ടി തന്നെയാണ്. കഴിഞ്ഞ 2008 നവംബർ മാസം 17-ാം തീയതി ഉച്ചയോടുകൂടി എനിക്ക് കടുത്ത തലവേദനയും നെഞ്ചുവേദനയും അനുഭവപ്പെടുകയും എൻ്റെ ദേഹമാസകാലം വേദനയും അസ്വസ്ഥതയിലായിരുന്നു. അന്ന് നേരത്തെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുവാൻ ഇടയായി. രാത്രി ഏകദേശം ഒരു 7:30 മണിയോടുകൂടി കാപ്പി കുടിക്കുവാൻ വേണ്ടി ടീമേഴ്സിലിരിക്കുമ്പോൾ അതികഠിനമായ നെഞ്ചുവേദന അനുഭവപ്പെടുകയും ദേഹമാസകാലം വിശർത്ത് ഞാൻ ബോധമില്ലാതെ കുഴഞ്ഞു തറയിൽ വീഴുകയും ഉള്ള അവസ്ഥയിലായിരുന്നു. എൻ്റെ ഭാര്യ അടുത്തുണ്ടായിരുന്നു. അവൾ കിടന്ന് വിളിച്ചു. എൻ്റെ മക്കളെല്ലാം 3 പേരും ഓടിക്കൂടി. അപ്പോഴേക്കും ബോധമില്ലാതെ മരിച്ച അവസ്ഥയിലായിരുന്നു. എൻ്റെ ഭാര്യയുടെയും മക്കളെയും കൂട്ടവിളി കൊണ്ട് അടുത്ത് താമസിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരൻ കൂടെ ഓടി വന്നു. എന്നെ എടുത്തുകൊണ്ട് അടുത്തുള്ള വെള്ളനാട്ട് ഉള്ള ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ECG എടുത്തപ്പോൾ ഹാർട്ടിന് കുഴപ്പമാണെന്ന് പറഞ്ഞു. എൻ്റെ നാഡികളെല്ലാം സ്തംഭിതാവസ്ഥയിലായി, പൾസില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ മരിച്ച അവസ്ഥയിലായിരുന്നു. എങ്കിലും എന്നെ അവിടെ നിന്ന് എന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും എൻ്റെ 3ാമത്തെ മകന് കാറിൽ കൂടെ കയറാൻ സ്ഥലമില്ലാതെ അവൻ വെള്ളനാട്ട് ആയിപ്പോയി. അവിടെ കൂടി നിന്നവരും കണ്ടവരുമെല്ലാം പറഞ്ഞു, മരിച്ചു പോയെങ്കിലും എന്തിനാ കൊണ്ടുപോയത്, രക്ഷയില്ല, മരിച്ചു പോയെന്ന് പറഞ്ഞു. എൻ്റെ മകൻ ഇത് കേട്ട് അവൻ വളരെ പ്രയാസത്തോടുകൂടി വീട്ടിലേക്ക് പോയി. ഫോൺ ഡയറി എടുത്തു. മിനിസ്റ്റർ ഓഫ് ജീസസ് പ്രയർ ഗാർഡൻസിലെ ഫോൺ നമ്പർ എടുത്തു. അവൻ വിളിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഫോൺ എടുത്തത് സിസ്റ്ററായിരുന്നു. എൻ്റെ മകൻ സിസ്റ്ററിനോട് പറഞ്ഞു, എൻ്റെ പപ്പയ്ക്ക് കടുത്ത നെഞ്ചുവേദന വന്നു, ആശുപത്രിയിൽ കൊണ്ടുപോയി, അവിടെ നിന്ന് മെഡിക്കൽ കൊണ്ടുപോയി, മരിച്ചു പോയി എന്നാകുന്നു പറയുന്നത് എന്ന് പറഞ്ഞു. സിസ്റ്റർ സ്വർഗത്തിലെ ദൈവത്തോട് എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചു പ്രാർത്ഥിച്ചിട്ട് പ്രകാരം പറഞ്ഞു. എൻ്റെ മകനോട് പറഞ്ഞു, നിങ്ങളുടെ പപ്പ മരിച്ചിട്ടില്ല, ലാസറിനെ ഉയർപ്പിച്ച ദൈവം നിങ്ങളുടെ പപ്പയ്ക്ക് പൊതുജീവൻ കൊടുത്തിരിക്കുന്നു എന്ന് എൻ്റെ മകനോട് പറഞ്ഞു. ആ നിമിഷം തന്നെ എന്നിൽ എന്തോ ഒരു പുതിയ ശക്തി വന്നു തൊടുകയും എന്നെ ആവാഹിച്ച് എന്നെ ബലം പ്രയോഗിച്ചുകൊണ്ടിരുന്ന എന്തോ ഒരു ദുഷ്ടശക്തി എന്നിൽ നിന്ന് വിട്ടുമാറുകയും എനിക്ക് ഒരു ശക്തി ഉണർവുണ്ടായി. ഞാൻ കണ്ണൂരം നോക്കിയപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ ഞാൻ സ്ട്രെച്ചറിൽ കിടക്കുകയാണ്. അവിടെ നിന്ന് എനിക്ക് എൻ്റെ ബ്ലഡ് എടുത്ത് ACR എമർജൻസി ടെസ്റ്റിന് കൊടുത്തു. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എന്നെ ഡോക്ടറെ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഡോക്ടറെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് രോഗമൊന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾക്ക് ഒരു അസുഖമില്ലല്ലോ എന്ന് പറഞ്ഞു. അന്ന് എന്നെ അവിടെ അഡ്മിറ്റാക്കി. പിറ്റേന്ന് രാവിലെ വീണ്ടും ഡോക്ടറെ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഡോക്ടറോട് ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ നെഞ്ചുവേദനയൊന്നുമില്ല. എന്നാൽ വീണ്ടും ഒരു ECG കൂടി എടുത്തു നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഹാർട്ട് സംബന്ധമായി യാതൊരു അസുഖമില്ല, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയും പിറ്റേ ആഴ്ച ചെക്കപ്പിനെല്ലാം പറഞ്ഞു. ചെക്കപ്പിന് ചെന്നപ്പോഴും എനിക്ക് യാതൊരു അസുഖമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്ന് വരെയും എനിക്ക് ഒരു അസുഖവുമില്ല. എനിക്ക് ഇന്ന് ഈ പുതുവർഷം നിങ്ങളോടുകൂടെ നിൽപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇടം നൽകിയ ദൈവത്തിന് ഒരാകോടി സ്തോത്രം പറഞ്ഞുകൊണ്ട് സാക്ഷിയിൽ നിന്നും വിരമിക്കുന്നു. ഞാൻ സാക്ഷി പറഞ്ഞത് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ പേര് പ്രീത. ഞാൻ +2 അധ്യാപക നിയമനത്തിനുള്ള PSC പരീക്ഷ എഴുതിയിരുന്നു.
പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ സിസ്റ്ററെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിരുന്നു. സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇപ്രകാരം മറുപടി പറഞ്ഞു, ദൈവം അനുഗ്രഹപ്പെട്ട ഉപജീവന മാർഗം തരുമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പോയി. എന്നാൽ പരീക്ഷ വളരെ വളരെ പ്രയാസമായിരുന്നു. ജോലി കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ വീണ്ടും സിസ്റ്ററെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു. സിസ്റ്റർ എനിക്ക് വീണ്ടും പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇപ്രകാരം മറുപടി പറഞ്ഞു, ദൈവം അനുഗ്രഹപ്പെട്ട ഉപജീവന മാർഗം തരും, പക്ഷേ ധൈര്യമായിരിക്കുക. നാളുകൾക്ക് ശേഷം PSC ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. എനിക്ക് മെയിൻ ലിസ്റ്റ് തന്നെ സ്ഥാനം കിട്ടി. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് തലേ ദിവസം ഒരു ഞായറാഴ്ചയുള്ള ആരാധനയിൽ ഞാൻ ഇൻ്റർവ്യൂ കാർഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനാ സമയത്ത് സിസ്റ്റർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഒരു സഹോദരി ഇൻ്റർവ്യൂ കാർഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്, ദൈവ സഹോദരിക്ക് നിയമനം കൊടുത്തിരിക്കുന്നു. അത് ഞാനായിരുന്നു. അപ്രകാരം പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ വളരെ എളുപ്പമായിരുന്നു. എല്ലാ ക്വസ്റ്റ്യനും ശരിയായി ആൻസർ ചെയ്യാൻ പറ്റി. എനിക്ക് അങ്ങനെ ഒരു +2 അധ്യാപികയെ നിയമനം കിട്ടി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് എൻ്റെ എല്ലാ നന്ദി അർപ്പിക്കുന്നു. ഞാൻ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് 20ഓളം പേപ്പർ കിട്ടാനുണ്ടായിരുന്നു. ആ സമയം ഞാനിവിടെ സിസ്റ്ററിനോട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അത്ഭുത വിജയം ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ എനിക്ക് മറ്റു പേപ്പറിനോടൊപ്പം അരിയൻസ് ഉണ്ടായിരുന്ന ഇത്രയും പേപ്പർ എഴുതിയെടുക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ടെക്നോ പാർക്കിൽ ഒരു ജോലിയെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിന് വിരമിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങൾ കുടുംബമായി ഈ ആരാധനയിൽ പങ്കെടുത്തു വരുന്നു. വെറും നാമമാത്ര ക്രിസ്ത്യാനികളായിരുന്ന ഞങ്ങൾക്ക് യേശു എന്താണെന്നും യേശുവിനെ ശരിക്കും അനുഭവിച്ചറിയുവാനുമുള്ള അവസരം ഈ ആരാധനയിലൂടെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രയാസങ്ങളിലും ഓരോ ബുദ്ധിമുട്ടുകളിലും അവിടുന്ന് കരം പിടിച്ച് വഴി നടത്തുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. ഈ 10,000ങ്ങളുടെ മുമ്പിൽ അവിടുന്ന് എന്നെ സാക്ഷിയായി നിർത്തിയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ KSRTCയിൽ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുകയാണ്. എൻ്റെ സെക്ഷനിൽ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയ്ക്കായി വിതരണം ചെയ്യുവാനായുള്ള പാസ് അലമാരയിൽ പൂട്ടി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഓഫീസിൽ തന്നെ സെക്യൂരിറ്റി വിഭാഗത്തിൽ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരു ഗാർഡ് ഈ അലമാര കുത്തി തുറന്ന് ഈ പാസുകൾ കൈവശപ്പെടുത്തി. സൂപ്പർവിഷനിലുള്ള അനാസ്ഥ കൊണ്ടാണിത് സംഭവിച്ചതെന്ന് ആരോപിച്ച് അധികാരികൾ എനിക്ക് എൻ്റെ പേരിൽ ചാർജ് ഷീറ്റ് കുറ്റപത്രം തന്നു. ഞാൻ മാനസികമായി വളരെയധികം തകർന്നുപോയി. 30 വർഷത്തെ സർവീസിനിടയിൽ ആദ്യത്തെ അനുഭവമാണിത്. ഈ മാനസിക തകർച്ച എൻ്റെ ആരോഗ്യത്തെ ബാധിച്ചു. ഞാൻ വളരെ അവശയായി. ഈ ഒരു അവസ്ഥയിലാണ് പോളിയോ ഹോമിൽ നടന്ന ആരാധനയിൽ ഞാൻ പങ്കെടുത്തത്. ആരാധനയുടെ അവസാനം പ്രാർത്ഥനാ മധ്യേ ബ്രദർ എൻ്റെ അവസ്ഥ വെളിപ്പെടുത്തി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, എൻ്റെ ഇടതുഭാഗത്ത് ജോലി സ്ഥലത്ത് പ്രതികൂലം കൊണ്ട് വളരെയധികം മാനസിക വൈഷമ്യമായി മാനസിക ഭാരത്തോടെ എത്തിയിരിക്കുന്ന ഒരു സഹോദരിയെ യേശു ഇതാ തൊടുന്നു. നിങ്ങളുടെ മനോഭാരമെല്ലാം എടുത്തു മാറ്റുന്നു, സമാധാനമായിരിക്കുക എന്ന്. ആ നിമിഷം തന്നെ എൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സമാധാനവും ആശ്വാസവും ഒക്കെ തോന്നി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മോഷ്ടിച്ച ആളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുകയും എന്നെ ആ കുറ്റാരോപണത്തിൽ നിന്ന് വിമുക്തയാക്കുകയും ചെയ്തു. ഇത്രത്തോളം അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ കർത്താവിന് കോടി കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നും ഇവിടെ രണ്ടാമതൊരു സാക്ഷിയായി നിൽക്കുവാൻ വലിയവനായ ദൈവം എന്നെ എൻ്റെ കുടുംബത്തെയും കൂടെ ഒന്നുകൂടെ നിർത്തിയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഏതാണ്ട് 9 മാസത്തിന് ഏറെയായി ആദ്യമായിട്ട് എൻ്റെ ഇടത് കാലിനൊരു തരിപ്പും വേദനയും അനുഭവപ്പെട്ടതാണ്. അപ്പോൾ തന്നെ ഞാൻ ആയുർവേദ ആശുപത്രി കാണിക്കുകയും ഏതാണ്ട് 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ 2 കാലിലും അസുഖം കൂടുകയും ചെയ്തു. അവിടെ നിന്ന് ഞാൻ ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിൽ ഒരു ജീവനക്കാരന് എന്നെ ശ്രീചിത്രയിൽ കാണിക്കുകയും അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവർ 2 മാസം വരെ ഞാൻ ശ്രീചിത്രയിൽ അഡ്മിറ്റിലായിരുന്നു. പ്രിയമുള്ളവർ, എൻ്റെ ശരീരം മൊത്തം തളർന്നു. എൻ്റെ ശരീരത്തിൻ്റെ 3 ഭാഗം ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സി ചെയ്ത് അതിൻ്റെ റിസൾട്ട് പല ഭാഗങ്ങളിലും അയച്ചപ്പോൾ എനിക്ക് രോഗത്തിന് വേറെ മരുന്നില്ല. ഞാൻ ഓരോ ദിവസവും തളർന്ന് ഞാൻ എണീക്കാത്ത ഒരവസ്ഥയിലുള്ള ഒരു അസുഖമാണെന്ന്, ആ അസുഖത്തെ എന്താണെന്ന് പോലും അവർക്കറിയാൻ കഴിയാത്ത ഒരു ചുറ്റുപാടിലാണ്. അങ്ങനെ ഞാൻ വളരെ ഭാരത്തോട് എന്നെ 2 പേരായിട്ട് എടുത്തുകൊണ്ട് ഈ പ്രെയർ ഹാളിൽ
ഇവിടെ വന്നു. ഈ പ്രെയർ നടന്ന് കഴിഞ്ഞതിന് ശേഷം സിസ്റ്റർ അടുത്ത് പ്രാർത്ഥനയിൽ എന്നെ കൊണ്ടുവന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾക്ക് അത്ഭുത വിടുതൽ ഈ നിമിഷം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശേഷം എൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീചിത്രയിൽ വീണ്ടും എൻ്റെ കുടുംബക്കാരെന്നെ കൊണ്ടുപോയി. അവർ ഒരു ടെസ്റ്റ് പോലെ 5 ഇഞ്ചക്ഷൻ എൻ്റെ ശരീരത്തിൽ ചെയ്തു നോക്കി. അതിനുശേഷം എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. എൻ്റെ ശരീരത്തിൽ മൊത്തം നീര് ആവുകയും പൂർണ്ണമായിട്ട് എൻ്റെ ഒരു ഭാഗത്തായിട്ട് കോട്ടി തിരിഞ്ഞിരിക്കുകയും ചെയ്തു. അങ്ങനെ ആ അവസ്ഥയിൽ സിസ്റ്റർ വീണ്ടും വിളിച്ചു. സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും വിടുവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ ഞാൻ പൂർണ്ണമായിട്ടും വിടുതൽ പ്രാപിച്ചു. അതിന് ശേഷം ഞാൻ 15 ദിവസം വരെ വീണ്ടും ഉറക്കമില്ലാത്ത ചുറ്റുപാട് വീണ്ടും എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നു. രാത്രിയും പകലും അല്പം പോലും ഉറക്കമില്ലാത്ത അവസ്ഥ. അന്ന് പോളിയോ ഹോമിൽ ഞാൻ പ്രെയർ പോയപ്പോൾ കാറിലിരുന്ന ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സെക്കൻഡിൽ തന്നെ എൻ്റെ ആ ബന്ധനവും എനിക്ക് വിട്ടുമാറി. അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് ഉറക്കം കിട്ടി. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത ദൈവത്തിന് ഞാൻ എല്ലാവരുടെ കരം ഉയരട്ടെ. ഈ വലിയവനായ ദൈവത്തിന് ഞാൻ കോടാതി നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സിസ്റ്ററും ബ്രദറിനും ദൈവം ഇതുപോലെയുള്ള ആത്മാക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുവാൻ ശക്തിയും കൃപയും കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി യേശുവിനെ സ്തോത്രം. എൻ്റെ പേര് ഷൈജ. വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത സാക്ഷിയുമാണ് ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി എൻ്റെ വലത് കൈയിൽ നെർവിൻ്റെ ഭാഗത്തായിട്ട് ഒരു മുഴ വളർന്നുകൊണ്ടിരുന്നു. ഇത് കാരണം ഞാൻ വളരെ ഭാരത്തിലായിരുന്നു. എന്നാൽ എന്നെ കാണുന്നവരൊക്കെ എന്നെ വഴക്ക് പറയുമായിരുന്നു, നീ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാത്ത എന്തെന്നൊക്കെ. എന്നാൽ ഇത് മുഴ നെർവിലായതുകൊണ്ട് എനിക്ക് ഡോക്ടറെ കാണിക്കാൻ വളരെ ഭയമായിരുന്നു. ഞാനൊരു സെക്കൻഡ് സാറ്റർഡേ മീറ്റിങ്ങിൽ ഇവിടെ പുന്നക്കാടുള്ള രാധ എന്ന സഹോദരിയുടെ സാക്ഷ്യം കേട്ടു. ആശുപത്രിയിൽ വെച്ച് മരിച്ചുപോയ തൻ്റെ മകൾക്ക് വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ആ പൈതലിന് ജീവൻ കിട്ടിയ സാക്ഷ്യം. തുടർന്ന് സിസ്റ്റർ ഇപ്രകാരം പറഞ്ഞു, മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവിന് നിങ്ങളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ എത്രയോ നിസ്സാരം. ആ നിമിഷം തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴ ദൈവം എടുത്തു മാറ്റി. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ 2002 മുതൽ 2006 വരെയും പലവിധ രോഗങ്ങളാൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എന്നാൽ അവസാനമായി ഡോക്ടർ വിധി എഴുതി ഞാനൊരു ക്യാൻസർ രോഗിയാണെന്ന്. അപ്രകാരം കീമോതെറാപ്പി 6 എണ്ണം എടുത്ത് അവസാനം റേഡിയേഷൻ വേണമെന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് കടന്നു പോകുമ്പോൾ ബ്രദറും സിസ്റ്ററും നയിക്കുന്ന ആരാധന പുത്തിരിക്കണ്ടം മൈതാനത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് അറിയപ്പെടുകയും ഞാൻ അവിടേക്ക് കടന്നുപോയി. അപ്പോൾ ഞാൻ ആരാധനയ്ക്കായി ഫ്രണ്ടിലേക്ക് കടന്നുപോയിരുന്നു. അല്പസമയം ഇരുന്നിട്ട് കടന്നു പോകാമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ സിസ്റ്റർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ എന്നുള്ള പാട്ട് പാടി പ്രാർത്ഥന ലീഡ് ചെയ്യുകയായിരുന്നു. ആ പാട്ട് പാടുമ്പോൾ തന്നെ ദൈവശക്തി എന്നിന്മേൽ വ്യാപരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുകയും എന്തോ ഒരു ശക്തി എന്നിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അനുഭവം എനിക്ക് അനുഭവിക്കുവാൻ ഇടയായി. അപ്പോൾ തന്നെ ഞാൻ ദൈവ ശക്തിയിൽ ആരാധിപ്പാൻ എനിക്ക് ദൈവം കൃപ നൽകി. 3-ാമത്തെ ദിവസം ഞാനും ഈ ആരാധനയിൽ വീണ്ടും കടന്നുപോയി. ഞാൻ ആശുപത്രിയിലേക്ക് പോയില്ല, റേഡിയേഷൻ ആരംഭിച്ചതുമില്ല. 3-ാമത്തെ ദിവസം ആരാധനയിൽ ബ്രദർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ക്യാൻസർ രോഗത്താൽ ചികിത്സയിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസിയെ ദൈവം തൊട്ട് സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന്. അപ്രകാരം പിറ്റേ ദിവസം ഞാൻ സ്കാൻ ചെയ്തതിന് ശേഷം ഡോക്ടറെ അടുത്തേക്ക് കടന്നുപോയി. ആ സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ക്യാൻസർ രോഗത്തിൻ്റെ യാതൊരു ചികിത്സയും വേണ്ട, നിങ്ങൾക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചിരിക്കുന്നുവെന്ന്. ഇത്ര വലിയ അത്ഭുതം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ കോടാകോടി സ്തോത്രം അർപ്പിക്കുന്നു. ഞാൻ വീണ്ടും സാക്ഷി പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എൻ്റെ മകൾ ഗർഭിണിയായിരുന്നു. അവൾ പ്രസവിച്ച് 21-ാമത്തെ ദിവസം മുതൽ ശരീരം മുഴുവനും നീരും പനിയും വിറയലുമായി ആശുപത്രിയിൽ കാരക്കോണം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചില ദിവസങ്ങൾ കഴിഞ്ഞു. അവർ രോഗമൊന്നും കണ്ടുപിടിച്ചില്ല. വീണ്ടും അവിടെ നിന്ന് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. അവിടെ കടന്നു പോയപ്പോൾ ഡോക്ടർമാർ ചികിത്സിച്ചതിന് ശേഷം യാതൊരു കുറവുമില്ലാത്തതുകൊണ്ട് യൂറിൻ കൾച്ചർ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. അപ്രകാരം കൾച്ചർ ചെയ്തപ്പോൾ
യൂറിനിൽ പഴുപ്പുള്ളതായി അറിയുവാനിടയായി. എന്നാൽ അതിനു വേണ്ടി ചികിത്സിച്ചപ്പോൾ വീണ്ടും എൻ്റെ മകൾക്ക് ഭയങ്കരമായ പനിയും വിറയലും അനുഭവപ്പെടുകയും വളരെ മരണാവസ്ഥയിലായി. അപ്പോൾ ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു, ഒന്ന് സ്കാൻ ചെയ്യണമെന്ന്. സ്കാൻ ചെയ്ത റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ പഴുപ്പ് കിഡ്നി വരെയും ബാധിച്ചിരിക്കുന്നതായി അറിയുവാൻ ഇടയായി. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഒരു ദിവസം കൂടെ നോക്കാം, കുറവില്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജ് SAT-യിലേക്ക് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ വളരെ ഭാരപ്പെട്ട് ഇവിടേക്ക് കടന്നു വന്ന് ഞാൻ സിസ്റ്ററിനോട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ദൈവം അത്ഭുതം സൗഖ്യം നൽകിയിരിക്കുന്നു എന്ന് പറയുവാനിടയായി. അപ്രകാരം തന്നെ അപ്പോൾ തന്നെ ഏഴയുടെ മകൾക്ക് പൂർണ്ണമായി സൗഖ്യം ദൈവം കൊടുക്കുവാനും ഇടയാക്കി. ഇത്ര വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് ഞാൻ കോടാനുകോടി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ നിന്നും വിരമിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. 2008 ജനുവരിയിലെ സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ ഞാനിവിടെ കടന്നു വന്നത് വളരെയേറെ ഹൃദയഭാരത്തോടു കൂടിയായിരുന്നു. ആരാധന മധ്യേ ബദർ ഇപ്രകാരം പറഞ്ഞു, കടഭാരമുള്ള മക്കൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഞാനും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ ആരാധന കഴിഞ്ഞ് ഭവനത്തിലെത്തിച്ചേർന്ന സമയത്ത് എൻ്റെ വീട്ടിൽ 2 പേർ വരികയും നിങ്ങളുടെ വസ്തു വിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. സെൻറ്റിന് 50,000 രൂപ വെച്ച് തരാമെന്ന് പറയുകയും ചെയ്തു. സെൻറ്റിന് 10,000 രൂപ പോലും വെച്ച് കിട്ടാത്ത വസ്തുവായിരുന്നു അവർ 50,000 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞിരുന്നത്. അത് ഹൈവേക്ക് പോകുന്നതുകൊണ്ട് ആരും വാങ്ങുകയില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് അവർ 1,00,000 രൂപ അഡ്വാൻസ് തരികയും 3 മാസങ്ങൾക്കകം ഇടപാട് നടത്തുകയും ചെയ്തു. 4 വർഷമായി ഒരു പൈസ പോലും ലോൺ അടയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി ജപ്തി നോട്ടീസ് വന്നുകൊണ്ടിരുന്ന കടം ലോൺ പൂർണ്ണമായി അടച്ചു തീർത്ത് വീണ്ടും അതുപോലൊരു വസ്തു വാങ്ങേണ്ട രൂപ ബാക്കി വരികയും ചെയ്തു. എല്ലാവരുടെ കരം ഉയരട്ടെ. എൻ്റെ കടഭാരങ്ങളെല്ലാം മാറ്റി എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിലേവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അഗ്നിയുടെ ശുശ്രൂഷയിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിലും ഈ പുതുവർഷത്തിൽ ഒരവസരം കൂടി തന്നതിനോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ ശ്രവിക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാനിവിടെ സാക്ഷി പറയുന്നത് എനിക്ക് ദൈവം ചെയ്ത അനുഗ്രഹങ്ങളും ദൈവത്തോട് മത്സരിക്കുന്നവർക്കുണ്ടാകുന്ന ശാപവുമാണ് ഞാൻ പറയാൻ പോകുന്നത്. 1994 അരുവിപ്പുറം ഗ്രൗണ്ടിൽ വെച്ച് ഒരു കൺവെൻഷൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ബ്രദർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഒരു മാതാവും പിതാവും 2 മക്കളെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ മാതാവ് കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അവർ എടത്തോ പള്ളിക്ക് നേർന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ദൂരെ തൂക്കി എറിഞ്ഞു കളക, ദൈവം നിന്നെ തൊട്ടിരിക്കുന്നു, കർത്താവിന് നിന്നെ ആവശ്യമുണ്ടെന്നിങ്ങനെ വിളിച്ചു പറയുവാനിടയായി. അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ സർവശക്തനായ ദൈവം തരുവാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എൻ്റെ ഭർത്താവ് എൻ്റെ മൂത്ത മകന് ആ ശ്വാസം വിടുമ്പോൾ അവന് ഒരു ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് എടത്തോ പള്ളിയിൽ ഒരു രൂപം കൊണ്ട് വാങ്ങിച്ചിടാമെന്ന്. അപ്പോൾ ഞാൻ എതിർക്കുമായിരുന്നു, എൻ്റെ ദൈവത്താൽ കഴിയാത്തതാണോ എടത്തോ പള്ളിയെന്ന്. എന്നാൽ എൻ്റെ പ്രാർത്ഥന രഹസ്യമായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ സൗണ്ട് അപ്രത്യക്ഷമായി. അവൻ നേരെ ശ്വാസം വിടാൻ തുടങ്ങി. അവൻ വളരുവാൻ തുടങ്ങി. അവൻ നടക്കുകയില്ല എന്ന് വിധിയെഴുതിയ ഭാഗത്ത് സ്വർഗത്തിലെ ദൈവം എൻ്റെ കുഞ്ഞിനെ നടത്തി. അവന് 10 വയസ്സാകുമ്പോൾ 5 വയസ്സിൻ്റെ വളർച്ചയേ ഉള്ളൂ എന്ന് ഡോക്ടർ വിധിയെഴുതി. അപ്പോഴും ഞാൻ പറഞ്ഞു, കർത്താവേ, അവന് പഠിക്കുവാനും നടക്കുവാനും ദൈവം എന്നെ അനുവദിച്ച് കുഞ്ഞിനെ കൊണ്ടുപോകുന്നു എങ്കിൽ ഞാൻ 10 വയസ്സാകും മുമ്പേ ഒരു കൺവെൻഷൻ നടത്താമെന്ന്. പ്രിയ ബഹുമാനമുള്ള ബ്രദറിനെ വിളിച്ച് എൻ്റെ സഭയിൽ ഞാനൊരു കൺവെൻഷൻ അവൻ 8 വയസ്സായപ്പോൾ നടത്തി. എന്നിട്ടും എൻ്റെ പ്രാർത്ഥന മുടങ്ങാതെ ഇരുന്നു. ഞാൻ ദൈവത്തോട് അടുത്തുകൊണ്ടേയിരുന്നു. എന്നെ ദൈവം പടിപ്പടിയായിട്ട് ഉയർത്തി. വരുന്ന എല്ലാ അനർത്ഥങ്ങളിലും പരിഹാസങ്ങളിലും ദൈവം എന്നെ വിടുവിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ പപ്പയും അമ്മയും അനുഗ്രഹിക്കാൻ തുടങ്ങി. എൻ്റെ കൊച്ചനിയത്തിയുടെ സാക്ഷ്യം ഒന്നുകൂടെ ഞാൻ പറയട്ടെ. അവളെ കല്യാണം കഴിച്ചു കൊടുത്തു. 8 മാസം ആരംഭമായപ്പോൾ ഗർഭിണിയാണ്.
അവൾക്ക് പെട്ടെന്നൊരു ഛർദി ഉണ്ടായി. ബ്ലഡാണ് ഛർദിച്ചത്. ഞാനും പപ്പയും അമ്മയും ഒക്കെ കൂടെ കാർ പിടിച്ച് ബ്രദറിൻ്റെ വീട്ടിൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് ബ്രദറും സിസ്റ്ററും ഈ മകളെ നോക്കി പ്രാർത്ഥിച്ചിട്ട് പ്രകാരം പറഞ്ഞു, സുഖമായി അവൾ പ്രസവിക്കും, നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുവയ്ക്കോ, സുഖമായി പ്രസവിക്കുമെന്ന് 3 പ്രാവശ്യം സ്നേഹമുള്ള സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ഓടിക്കൊണ്ടുപോയി. അവിടെ അത്യാഹിത വാർഡിൽ കൊണ്ടുപോയപ്പോൾ എൻ്റെ അനിയത്തി മരിച്ചുപോയി. 38 ഡോക്ടർമാർ നോക്കിയിട്ട് ഇവളെ മരിച്ച ഒരു പ്രേതമായി മാറ്റിക്കിടത്തി. സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അവൾക്ക് ട്രിപ്പ് കൊടുക്കുവാൻ കുത്തിയപ്പോൾ ബ്ലഡാണ് ഉരുണ്ടു പോകുന്നത്, ആ അവസ്ഥയിലായി. എന്നിട്ട് എൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു, യേശുവപ്പാ എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേന്ന്. ഞാനും അതുപോലെ വിളിക്കുവാൻ തുടങ്ങി. ഡോക്ടർ ഓടി വന്ന് പറയുന്നു, അയ്യേ ഇവർക്ക് നല്ല സുഖമില്ലേ, ഒരു പ്രാർത്ഥനക്കാരി എന്ന്. ഈ കുഞ്ഞ് മരിച്ചു കിടക്കുന്നു, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് 10 ദിവസമായെന്ന്. അത് തൊട്ടാണ് എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാനും ഈ ആരാധനയോട് എനിക്ക് അകമഴിഞ്ഞ സ്നേഹവും ഓടുവാനുള്ള ഒരു അത് തോന്നിയത്. ദൈവത്തിൻ്റെ വലിയ കരം. ആ ആശുപത്രിക്കകത്ത് ആ കിടക്കയിൽ എൻ്റെ യേശു ഇറങ്ങുന്ന ദർശനം എനിക്ക് കാണുവാൻ കഴിഞ്ഞു. പ്രിയ മക്കളെ ഇറങ്ങി പ്രാർത്ഥിക്കുന്നതിൻ്റെ ശബ്ദം സ്വർഗം കേട്ട് ആ കുഞ്ഞിൻ്റെ ഗർഭത്തിലിരുന്ന കുഞ്ഞിനെ യേശു കൈ താങ്ങുന്ന ഒരു ദർശനം കാണുവാനിടയായി. ആ ആശുപത്രിയിൽ 39 അന്ന് എൻ്റെ അനുജത്തി മരിച്ചു 10 ദിവസമായ കുഞ്ഞിനെ ജീവനോടെ സുഖമായി പ്രസവിച്ചു. അവൻ ഇന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതെൻ്റെ കുടുംബത്തിലും എൻ്റെ അമ്മയുടെ കുടുംബത്തിലും ചെയ്തത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്നെ പരിഹസിച്ചവരുടെ കാര്യമാണ്. ഞാൻ ഒരു കുടുംബത്തിന് ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ സഹോദരിയുടെ കരങ്ങൾ മൊത്തം അഴുകി നാറിയിരുന്നു. ബ്രദർ അന്ന് കൊണ്ടുവന്ന സമയത്ത് തന്നെ നമ്മളുടെ ഈ നെല്ല് തവന്ന് ആ തവിട് വരെ ആ സഹോദരി ഉരുട്ടി മരുന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു സോപ്പോ വെള്ളമോ ചാമ്പലോ കയ്യിലെടുക്കുവാൻ സാധിക്കാത്ത സഹോദരി അപ്രത്യക്ഷമായി മരിക്കുന്നതുവരെ ആ രോഗമുണ്ടായില്ല. എന്നാൽ ആ പിതാവ് ഭയങ്കരമായി ഒരു പരിശോധന നടത്തി. നിന്റെ യേശുവിനെ കൊണ്ട് എന്ത് കഴിയുമെന്ന്. അങ്ങനെ ഞാൻ ദുഃഖത്തോടെ ഒരു സെക്കൻഡ് സൈഡ് ഇവിടെ ആരാധനയിൽ പങ്കെടുത്തു. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ നിന്നെ ആരാധിക്കുന്നത് കൊണ്ട് എന്തുമാത്രം പരിഹാസം, ഞാൻ ജീവനുള്ള ദൈവത്തെയല്ലേ ആരാധിക്കുന്നതെന്ന്. ബ്രദർ കരങ്ങൾ ഉയർത്തി അടിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ 2 കരവും താണു പോകുന്നു. എനിക്ക് ഉയർത്തി അടിക്കുവാൻ കഴിയുന്നില്ല. എന്ത് കർത്താവേ, എനിക്ക് മാത്രം കരങ്ങൾ പൊക്കുവാൻ കഴിയുന്നില്ല. 10-11 മണിയായി. അപ്പോൾ ബ്രദർ പറഞ്ഞു, മകളെ സിസ്റ്റർ ഗീത, നീ ഭവനത്തിൽ പോകുമ്പോൾ നിന്നെ പരിഹസിച്ച മുഖം കാറ്റപ്പെട്ടിരിക്കുമെന്ന്. ദൈവത്തെ പരിഹസിച്ചുകൂടാ പ്രിയപ്പെട്ടവരെ. അവൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകുകയില്ല. ഇത് സർവശക്തനായ ദൈവമാണ്. പിന്നെ എൻ്റെ കുടുംബത്തെ പടിപ്പടിയായിട്ട് ഉയർത്തി. ഇന്ന് നടക്കൂല എന്ന് പറഞ്ഞ കൊച്ചു +1 പഠിക്കുന്നു. ഇത്രയും അത്ഭുതം സംഭവിച്ചത് വീട്ടിൽ പോയപ്പോൾ ആ മനുഷ്യൻ മരിച്ച നിലയിലാണ് കണ്ടത്. ആ സെക്കൻഡിൽ തന്നെ ബ്രദർ വിളിച്ചു പറഞ്ഞ സമയത്ത് തന്നെ അപ്രകാരം സംഭവിച്ചു. ഇത്രയും അത്ഭുതകരമായി ദൈവം നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഒരിക്കൽ കൂടെ യേശുവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ ദൈവം അവസരം നൽകിയ ദൈവത്തിന് ആദ്യമായിട്ട് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ലഭിക്കുവാൻ വേണ്ടി പല ശാരീരിക പ്രശ്നങ്ങളും ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. പല തരത്തിലുള്ള മരുന്നുകളും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പ്രകൃതിപരമായോ വൈദ്യശാസ്ത്രപരമായോ ഒരു കുഞ്ഞ് ലഭിക്കുവാൻ വളരെയധികം തടസ്സമുണ്ടെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. ഈ അവസ്ഥയിൽ ഞങ്ങൾ വളരെ വിഷമത്തോടുകൂടെ ആയിരുന്നു. കാസർഗോഡിൽ ഒരു അധ്യാപകനായിട്ട് ഞാൻ ജോലി ചെയ്യുകയാണ്. ഇങ്ങനെ വിഷമത്തോടുകൂടെ ആയിരിക്കുന്ന സമയത്താണ് ബ്രദറിൻ്റെ ഒരു കൺവെൻഷൻ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടെന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്നത് അറിയുവാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ കൺവെൻഷൻ്റെ 3ാമത്തെ ദിവസം ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു. വചനപ്രഘോഷണത്തിന് ശേഷം കുഞ്ഞ് ലഭിക്കുവാൻ തടസ്സമുള്ളവർ എഴുന്നേറ്റ് നിൽക്കുവാൻ വേണ്ടി ബ്രദർ ആവശ്യപ്പെട്ടു. അതിൻ പ്രകാരം ഞങ്ങൾ ഉടൻ തന്നെ എഴുന്നേറ്റ് നിന്നു. അന്ന് ഞങ്ങൾ മാത്രമാണ് എഴുന്നേറ്റ് നിന്നത്. യേശുവിൻ്റെ സാക്ഷിയായിട്ട് തീരാമെന്ന് ഒരു പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ബ്രദർ പറയുകയുണ്ടായി. ഉടൻ തന്നെ ഞങ്ങൾ യേശുവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കാമെന്ന് 2 പേരും അവിടെ വെച്ച് പ്രതിജ്ഞ എടുത്തു. ആ പ്രതിജ്ഞ എടുത്ത സമയത്ത് തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഫെബ്രുവരി മാസം 2007 ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ആ കൺവെൻഷനിൽ പങ്കെടുത്തത്. ദൈവം അത്ഭുതകരമായിട്ട് 2008 മാർച്ച് 20-ാം തീയതി ഒരു ആൺകുഞ്ഞിനെ ദൈവം ദാനമായിട്ട് ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു.
ആ യേശു ക്രിസ്തുവിന് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. എൻ്റെ പേര് റീജ, എൻ്റെ സ്ഥലം പച്ചപ്പാലോട്. ദൈവം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നൽകിയ ഒരു അത്ഭുത സാക്ഷിയായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി, കുഞ്ഞുങ്ങളില്ല. പല ഡോക്ടർമാരെയും കണ്ടു, ഫലമുണ്ടായില്ല. ഞങ്ങൾ വളരെ ഭാരപ്പെട്ടിരുന്ന സമയത്ത് പ്രെയർ ഗാർഡൻസിനെ കുറിച്ച് അറിയാനിടയായി. ഞങ്ങൾ കുടുംബമായി ആരാധനയിൽ വന്നു. ആരാധന മധ്യ സിസ്റ്റർ ഇപ്രകാരം പറഞ്ഞു, തലമുറകളില്ലാത്തവർ കരം ഉയർത്തുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നുവെന്നു. ഞങ്ങൾ കരം ഉയർത്തി. ആ നിമിഷം തന്നെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. 2008 ജൂലൈ 9 ദൈവം ഒരു കുഞ്ഞിനെ നൽകി. ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിന് 1000 സ്തോത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ നിന്ന് വിരമിക്കും. സാക്ഷ്യം പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷത്തോളമായി. ഒരുപാട് ഭാരപ്പെടുകയായിരുന്നു. ഇടയ്ക്ക് ഞാൻ വൈഫിൻ്റെ അടുത്ത് പറയാതെ തന്നെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. എന്നാലും അത് ഇവിടുത്തെ ആരാധനയ്ക്ക് വന്നതിന് ശേഷം ആ തടസ്സം അങ്ങ് മാറിയിട്ടുണ്ട്. എന്നാലും 2006 നവംബർ 30 ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു. അന്ന് നല്ല പ്രാർത്ഥനയോടുകൂടി ഞാൻ ആരാധനയ്ക്ക് കടന്നു വന്നു. അപ്പോൾ ബ്രദറിൻ്റെ അവസാനത്തെ ആരാധനയിൽ ബ്രദർ ഇങ്ങനെ വിളിച്ച് പറയൂ, എൻ്റെ വലതുഭാഗത്ത് കസേരയിൽ ഒരു ബ്രദർ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ ബ്രദറിനെ ഈ മാസം തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആ മാസം തന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ ഒരു ആൺകുഞ്ഞിനെ തരികയും ദൈവം വലിയ വിടുതൽ തരികയും ചെയ്തു. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ആദ്യം സാക്ഷ്യം പറഞ്ഞത് എൻ്റെ മകന് വേണ്ടിയാണ്. എൻ്റെ മകന് കിഡ്നിയുടെ രോഗമുണ്ടായിരുന്നു. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷം ആ കിഡ്നിയുടെ രോഗം ദൈവം എടുത്തു മാറ്റി. 1998 മുതൽ ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ പങ്കെടുക്കാൻ തന്നെ കാരണം അവൻ്റെ ഈ അസുഖം വന്നത് മുഖാന്തരമാണ് ഈ കൂട്ടായ്മയെക്കുറിച്ച് കേൾക്കാനും ഇവിടെ പങ്കെടുക്കാനും തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. 2001 ജനുവരി 28 കാഞ്ഞിരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഒരു മിനി ലോറി ഒരു ലോഡ് മണലുമായി വന്ന് ബ്രേക്കിലത് വന്ന് ഇടിക്കുകയായിരുന്നു. ഞാനപ്പോൾ എനിക്കും ഒരു ട്രക്കറുണ്ട്. ഞാനത് ഒതുക്കിയിട്ടിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. ഈ സമയം ആണ് ഈ വാഹനം മണലുമായിട്ട് വന്ന് ഇടിക്കുകയും എൻ്റെ പുറത്തുകൂടെ കയറി ഒരു ടയർ പഞ്ചറായി എൻ്റെ കുറുക്കിൻ്റെ പുറത്തിരിക്കുകയായിരുന്നു. മരിച്ചുപോയെന്ന് പറഞ്ഞ് ആരും എടുക്കാതിട്ടിരുന്നപ്പോൾ ഒരു സഹോദരൻ വന്ന് കുറച്ച് ആൾക്കാരുമായിട്ട് വന്ന് വണ്ടി വലിച്ചു പൊക്കി എന്നെ എടുത്തു. ഞാൻ മരിച്ചുപോയ രീതിയിലായിരുന്നു. അപ്പോൾ എടുത്തിട്ട് വണ്ടി കൊണ്ടുപോയി മെഡിക്കൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ തന്നെ ഞാൻ മരിച്ചുപോയെന്ന് കരുതി ഇവിടെ നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് എൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ കരിങ്കൊടിയും കൊട്ടി മോർച്ചറിയിൽ വന്നു. എൻ്റെ വീട്ടിൽ എല്ലാവരും എൻ്റെ കുഞ്ഞുങ്ങൾ പോയിട്ട് ബാക്കി എല്ലാവരുടെ അടുത്തും മരിച്ചുപോയെന്ന് എഴുതി പിടിവെട്ടാണ്ട് എല്ലാ ഏർപ്പാടും ചെയ്തു. പക്ഷേ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ആരോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ച് അപേക്ഷിക്കുകയും പ്രാർത്ഥിച്ചിട്ട സമയത്ത് എൻ്റെ കാലിൽ വന്ന് ആരോ പിടിച്ച് കുലുക്കും പോലെ തോന്നി. എനിക്കപ്പോൾ ഓർമ്മയിടുകയും അതിനുശേഷം എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ആയിരുന്നു. ഞാൻ ആളറിഞ്ഞുകൂടാത്ത രീതിയിൽ എൻ്റെ മുഖമെല്ലാം വികൃതമായി പോയി. രണ്ട് കൈയും ഒടിഞ്ഞ സ്ഥിതിയിലായി. ഇപ്പോൾ എന്തായിരുന്നാലും കൈയെല്ലാം ശരിയായി. ഞാൻ ഇപ്പോഴും എൻ്റെ ആ വാഹനം തന്നെ ഓടിച്ച് ഉപജീവനം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത ദൈവത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിന് പരിഗണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾ 6 വർഷം കൊണ്ട് ഈ ആരാധനയ്ക്ക് വരികയാണ്. വന്ന നാൾ മുതൽ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നെയാണ്. ഞങ്ങൾ ആരാധനയ്ക്ക് വന്ന നാൾ മുതൽ ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി എൻ്റെ മോൾക്ക് വേണ്ടി ആദ്യത്തെ സാക്ഷി, അവളെ കല്യാണം നിശ്ചയിച്ചു. കല്യാണത്തിൻ്റെ ദിവസങ്ങൾ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് കല്യാണം നടത്തുവാനോ ആഭരണം ഇടാനായിട്ടോ ഏതൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ ഭാരത്തോടെ സിസ്റ്ററിന് ഒരു ലെറ്റർ എഴുതി അയച്ചു. സിസ്റ്റർ മറുപടി അയച്ചു, കർത്താവ് തക്ക സമയത്ത് തന്നെ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. അതുപോലെ തന്നെ ആ സമയത്ത് കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിന് നന്ദിയും സ്തോത്രം അർപ്പിച്ചുകൊള്ളുന്നു. രണ്ടാമത്തെ സാക്ഷി ഈ മോന് വേണ്ടിയാണ്. ഇവൻ ആശാരി പണിക്കാണ് പോകുന്നത്. പതിവ് പോലെ പണിക്ക് പോയി പണി ചെയ്തുകൊണ്ടിരിക്കെ കൂരയിൽ നിന്നും ഒരു വലിയ താഴ്ചയുള്ളൊരു കുഴിയിലേക്ക് വീണ് ആ സമയം തന്നെ അവൻ്റെ ബോധം നഷ്ടപ്പെട്ടു. നിംസ് ആശുപത്രിയിൽ 9 ദിവസം കിടന്നു. 9ാമത്തെ ദിവസമായപ്പോൾ ഭയങ്കര സീരിയസ് ആയി. ഞങ്ങൾ ഒരു ജീവനില്ലാത്ത ശവശരീരം പോലെ
ആംബുലൻസിൽ കിടത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ സ്കാൻ ചെയ്തു വിദഗ്ധ ഡോക്ടർമാർ മാറി മാറി ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു ഇവൻ 1 മണിക്കൂർ പോലും കഴിയില്ല, ഇവൻ മരിച്ചു പോകുമെന്ന്. എന്നാലോ ആ സമയം തന്നെ എൻ്റെ പപ്പ സിസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിക്കാനായി അപേക്ഷിച്ചു. സിസ്റ്റർ പറഞ്ഞു ആണുങ്ങളെ മുഖം നോക്കി നിൽക്കാൻ പറഞ്ഞു, കണ്ണുകളെ നോക്കി നിൽക്കാൻ പറഞ്ഞു. ധൈര്യമുള്ള 3 പേർ, ധൈര്യമുള്ള 2 പേർ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊള്ളൂ, 1 മണിക്കൂർ പോലും കഴിയില്ല എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ അവൻ്റെ പപ്പ സിസ്റ്ററിനെ വിളിച്ചു പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. സിസ്റ്റർ പറഞ്ഞു, പിതാവേ ധൈര്യപ്പെടുക, കർത്താവിത അത്ഭുത സൗഖ്യം പ്രവർത്തിച്ചിരിക്കുകയാണെന്ന്. അതുപോലെ തന്നെ ആ നിമിഷം തന്നെ എൻ്റെ ജീവനുള്ള യേശു അവൻ അത്ഭുത സൗഖ്യം തന്നു. അടുത്ത് അവൻ്റെ ശരീരം തളർന്ന അവസ്ഥയിലായിരുന്നു. ന്യൂറോളജി ഡോക്ടർ പറഞ്ഞു PMRൽ കൊണ്ടുപോയി ഇവനെ ഫിസിയോതെറാപ്പി ചെയ്താലേ ഇവൻ്റെ ശരീരം ചലനശേഷി ഉണ്ടാവുള്ളൂ. ആ നിമിഷം തന്നെ അവൻ്റെ ശരീരം ഉടൻ ചലനശേഷി ഉണ്ടായി. തളർന്ന് കുഴഞ്ഞു കിടന്ന കൈ ആ നിമിഷം ഉയർത്തി. ഡോക്ടർ പറഞ്ഞു ഇനി ഞാനായിട്ട് ഏതൊന്നും ചെയ്യാനില്ല, ഇവനെ വീട്ടിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരീരം പൂർണ്ണ ബലമായിട്ടുണ്ട്, ഇവന് പഴയതുപോലെ പണിക്ക് വയ്ക്കൊള്ളാമെന്ന്. എൻ്റെ ബന്ധുക്കൾ ഇങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ച്, യേശുവേ ഇവനൊരു മുടന്തനായിട്ട് ഞങ്ങൾക്ക് തരണേ, ഇവൻ്റെ ജീവനെ കിട്ടിയാൽ മതിയെന്ന്. ജീവനുള്ള യേശു അങ്ങനെയല്ല, ഒരു കുറവും വരുത്താതെ ഇത്രയും വലിയൊരു വീഴ്ച സംഭവിച്ചിട്ട് ഒരു ഒടിവോ പൊട്ടലോ ഏതൊരു കുറവും വരുത്താതെ സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവൻ ഏതൊരു കുറവും വരുത്താതെ തന്നെ എൻ്റെ യേശു എൻ്റെ പൊന്നുമോനെ തിരികെ തന്നു. എൻ്റെ യേശുവിന് 1 കോടി നന്ദി സ്തോത്രം അർപ്പിച്ചു കൊള്ളുന്നു. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. എൻ്റെ പേര് രമണി ധാന്യ. എൻ്റെ മകൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ഇടയ്ക്കിടെ പനി വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകും, മരുന്ന് കൊടുക്കും, കൊണ്ടുതരും. അങ്ങനെ ഇരുന്നിട്ട് ഒരു ദിവസം പനി ഒരാഴ്ച കൊണ്ടും പനി കുറയുന്നില്ല. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ തൊട്ടടുത്ത PRS ആശുപത്രിയിൽ കൊണ്ടുപോയി. അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളുടെ മകനെ എത്രയും പെട്ടെന്ന് റീജിയണൽ ക്യാൻസർ സെൻറ്ററിലേക്ക് കൊണ്ടുപോകണം, നിങ്ങളുടെ മകന് ബ്ലഡ് ക്യാൻസർ ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ നിമിഷം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ മകന് ബ്ലഡ് ക്യാൻസർ 80% ബാധിച്ചിരിക്കുന്നു. ഡോക്ടർമാർ പറഞ്ഞു അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ഞങ്ങൾ കുടുംബപരമായി ഹിന്ദുക്കളായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ. ഞങ്ങൾ ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു. ഞങ്ങളുടെ കുട്ടിയെ കിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ തന്നെ ഞങ്ങൾക്ക് പ്രയർ ഗാർഡൻസിലെ ഫോൺ നമ്പർ കിട്ടി. അന്ന് രാത്രി തന്നെ ഞങ്ങൾ വളരെ ഭാരത്തോടെ വേദനയോടെ ഞാൻ സിസ്റ്റർ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ മകൻ്റെ അവസ്ഥയെ പറഞ്ഞു. ദൈവാലോചന പ്രകാരം സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കണ്ണടയ്ക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു നിങ്ങളുടെ മകൻ അത്ഭുത വിടുതൽ ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത ദിവസം പരിശോധിച്ചപ്പോൾ എൻ്റെ മകന് ക്യാൻസറിൻ്റെ യാതൊരു അണുക്കളും ശരീരത്തിലില്ല. അവന് പരിപൂർണ വിടുതൽ നൽകി. അവനിന്ന് ITIയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത ദൈവത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞു എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ഷിബുവാണ്. ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും ബെറകൂത്തിനൊക്കെ അടിമയായിരുന്നു. ഈ ബദറിൻ്റെ കൺവെൻഷൻ പിന്നെ അവരുണ്ടായിരുന്നു. കൺവെൻഷന് 2ാം ദിവസം പങ്കെടുക്കുകയും അവിടെ പോവുകയും ചെയ്ത് അലുമ്പൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. അലുമ്പൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. കൺവെൻഷൻ കലക്കാൻ വേണ്ടി പോയ റബ്ബറിൽ ചാരി ഇരിക്കുകയായിരുന്നു. 5 പേർ ചേർന്ന് നിങ്ങളെ റബ്ബറിൽ ചാരി ഇരുത്തി. 5 പേരായിട്ട് ചേർന്ന് റബ്ബറിൽ ചാരി ഇരുത്തി. ബദർ ഇപ്രകാരം വിളിച്ചു പറയണ്ടായി, റബ്ബറിൽ ചാരിയിരിക്കുന്ന സഹോദരനെ ദൈവം തൊട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുകയും ഒരു ഭയങ്കര കുറ്റബോധമൊക്കെ ആയിരുന്നു. വീട്ടിൽ വന്ന് പിറ്റന്നാളൊക്കെ ഭയങ്കര കുറ്റബോധമായിരുന്നു. പൂർണ്ണമായിട്ട് എൻ്റെ മദ്യപാനമൊക്കെ എടുത്ത് ദൈവം മാറ്റി. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എല്ലാവരും God touched him. അതിന് ഒരു മൂക്കിൽ മാംസം വളരുകയുണ്ടായി. എൻ്റെ ഒരു മൂക്കിൻ്റെ ഹോൾ കംപ്ലീറ്റ് അടഞ്ഞു പോവുകയുണ്ടായി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയപ്പോൾ അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഓപ്പറേഷത്തിന് ഡേറ്റൊക്കെ നിശ്ചയിച്ച് വീട്ടിൽ വിട്ടു. ഞാനും എൻ്റെ ഒരു കുഞ്ഞമ്മയും കൂടി ഇവിടെ വിളിച്ച് ഫെയർ ഹാളിൽ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ഫോൺ എടുത്തിട്ട്
പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പൂർണ്ണ സൗഖ്യം ദൈവം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ തന്നെ പൂർണ്ണ സൗഖ്യം തരുകയുണ്ടായി. ആര് തന്നത്? ദൈവം പൂർണ്ണ സൗഖ്യം തന്നു. ദൈവത്തിന്റെ പേരെന്താണ് ബ്രദർ? വരട്ടെ വരട്ടെ. ഒരിക്കൽ കൂടെ പറയുക, ഒരിക്കൽ കൂടെ പറയുക, ഒരിക്കൽ കൂടെ പറയുക. യേശു സൗഖ്യം തന്ന്, യേശു സൗഖ്യം തന്ന്, യേശു സൗഖ്യം തന്ന്. ഹല്ലേലൂയ. ആശുപത്രിയിൽ പോവുകയുണ്ടായി. പിന്നീട് ഓപ്പറേഷത്തിന് നിശ്ചയിച്ച ഡാറ്റിൽ പോയി അവിടെ ചെന്ന് പരിശോധന ചെയ്തപ്പോൾ പൂർണ്ണമായിട്ട് അത് ആ മാംസം പറ്റി. ഹല്ലേലൂയ. യേശു പൂർണ്ണമായി സൗഖ്യം നൽകുന്നവൻ. പൂർണ്ണമായിട്ട് യേശു സൗഖ്യം തന്ന ആ യേശുവിന് കോടാനുകോടി സ്തോത്രം പറഞ്ഞു. ഇപ്പൊ കള്ളുകുടി ഉണ്ടോ? ഇല്ല. ഇപ്പൊ കഞ്ചാവ് ഉണ്ടോ? ഇല്ല. ഇപ്പൊ പിന്നെ എന്തുണ്ട്? യേശു ഉണ്ട്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ മധ്യ സാക്ഷിയായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് രാജനാണ്. ഞാൻ ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചിട്ട് ഇത് 9ാം വർഷത്തിലേക്കുള്ള. അതിനു മുമ്പ് ഞാൻ പൂർണ്ണ ഒരു മദ്യപാനിയും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഈ ലോകത്തിൽ കാണുന്നതൊക്കെ ദൈവമെന്ന് പറഞ്ഞ് ശബരിമലയും ഇടത്തുവ വേളാങ്കണ്ണി ഇങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് തൈറോയ്ഡ് എന്ന ഒരു രോഗം കടന്നു വന്നു. ആ തൈറോയ്ഡ് എന്ന രോഗം കടന്നു വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ എൻ്റെ ഭാര്യ ഊമയായിട്ട് മാറി. എന്നിട്ട് ആ ഭാഗം ടെസ്റ്റിന് അയച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് വരെ ഞങ്ങൾ കാത്തിരുന്നു. വളരെ ഭാരവും പ്രയാസമായിരുന്നു. ഞാൻ അതുവരെ യേശു കർത്താവ് ആരാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അതിൻ്റെ റിസൾട്ട് കടന്നു വന്നു. എൻ്റെ ഭാര്യ ക്യാൻസർ രോഗിയെന്നും അറിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് മെഡിക്കൽ കോളേജിൽ ചികിത്സ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അടുത്ത RCCയിലേക്ക് അവർ തുണ്ട് തന്നു. അങ്ങനെ വളരെ ഭാരത്തോടും പ്രയാസത്തോടും ഞാൻ ജീവിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ചിന്ത വന്നു, ഇനി ആത്മഹത്യ ചെയ്യാം. കാരണം സാമ്പത്തികമായിട്ടുള്ള കടം, അത് പോയിട്ട് ഭയങ്കര മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് വാങ്ങിച്ചുപയോഗിക്കുക, ചൂതുകളി, ഇങ്ങനെയുള്ള സ്വഭാവത്തിലൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഒരു ചിന്ത ഇങ്ങനെ വന്ന് ഞാൻ ഇനി ആത്മഹത്യ ചെയ്യാം. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ബദറിൻ്റെ 2000 ഒരു കൺവെൻഷൻ കോട്ടമകളിൽ ഉണ്ടായിരുന്നു. ആ കൺവെൻഷൻ യോഗത്തിൽ എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ ഭവനത്തിന് അടുത്തുള്ളൊരു സഹോദരി ക്ഷേമം അന്വേഷിച്ചാണ് വന്നത്. എൻ്റെ ഭാര്യ നീരും പിടിച്ച് കട്ടിലിൽ കിടക്കുന്നത് കണ്ടുകൊണ്ട് ആ സഹോദരി പറഞ്ഞു, ഈ ഇതുപോലെ ബദർ കോട്ടമകളിൽ ഒരു കൺവെൻഷൻ യോഗം നടത്തുന്നു, അതിൻ്റെ മധ്യേ പോയാൽ യേശു സൗഖ്യമാക്കുമെന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യയെ കേട്ടിട്ട് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോടും ഇങ്ങനെ പറയുവാനിടയായി. പറയുന്നത് കേൾക്കത്തില്ല, കൈയാകൃതിയാണെന്ന് കാണിക്കുന്നത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ആ സമയത്ത് അന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരുന്നവനാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇന്ന് ആ കൺവെൻഷൻ യോഗത്തിന് പോയിട്ട് വന്ന് ആത്മഹത്യ ചെയ്യാം. ഞാൻ അതുവരെ സുവിശേഷം കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് സുവിശേഷം കേൾക്കുവാൻ വേണ്ടി ഈ 2000 ഞാൻ കോട്ടമൽ ജംഗ്ഷനിൽ കടന്നു പോകുന്നത്. ബദറും സിസ്റ്ററുമായിരുന്നു ആ ശുശ്രൂഷ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കടന്നുപോയി. അന്നത്തെ ദിവസം, ആദ്യത്തെ ദിവസം യേശു എന്നെ തൊട്ടു. കാരണം എൻ്റെ മരണഭീതി മാറി, എൻ്റെ ശരീരത്തിലുള്ള എന്തൊക്കെ കെട്ടുകൾ അഴിഞ്ഞു പോയത്, വെയിറ്റ് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ 3 ദിവസവും ഞാൻ കൺവെൻഷൻ യോഗത്തിൽ കടന്നു വരുവാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ 3ാമത്തെ ദിവസം കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കഴുത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഭാരത്തോട് നിൽക്കുന്ന സഹോദരി, യേശു നിന്നെ ഇതാ തൊട്ട് സൗഖ്യമാക്കുന്നത് ഞാൻ കാണുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ആ നിമിഷം തന്നെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഭാര്യയ്ക്ക് യേശു കർത്താവ് പുതിയ സംസാരശേഷി കൊടുത്തു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ കൺവെൻഷൻ കഴിഞ്ഞ് കടന്നു വന്നപ്പോൾ ഭാര്യയോട് ഞാൻ ചോദിച്ചു, യേശു തൊട്ട് നിന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു. എനിക്ക് വളരെ വിശ്വാസമുണ്ടായി. തുടർന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ഈ പ്രയർ ഗാർഡൻസിൽ ആരാധനയ്ക്ക് പങ്കെടുക്കുമായിരുന്നു. അടുത്ത ഡോക്ടർ RCCയിൽ 2ാമത്തെ എൻ്റെ ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടി അവിടെ ഞങ്ങൾ സ്തോത്രം ബുക്ക് ചെയ്തിരിക്കുക, പൈസയൊക്കെ അടച്ച് റിസൾട്ടൊക്കെ വാങ്ങിയിരിക്കുക. 6 മാസം കഴിഞ്ഞ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുക. ഓപ്പറേഷന് പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഇതുപോലെ ഞായറാഴ്ച പ്രയർ ഗാർഡൻസിൽ ആരാധനയ്ക്കായിട്ട് കടന്നു വന്നു. സിസ്റ്ററായിരുന്നു ആരാധന ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിങ്ങനെ വളരെ ഭാരത്തോടു കൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ആത്മാവിൽ നിറങ്ങി നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഒരു ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് മറ്റൊരു ആശുപത്രിയിലേക്ക് വിട്ട സഹോദരി, നിനക്കിനി ഓപ്പറേഷൻ വേണ്ട, യേശു ഇതാ തൊട്ട് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ എൻ്റെ ഭാര്യയുടെ ശരീരത്തുള്ള എല്ലാ ക്യാൻസർ അണുക്കളും നശിക്കുവാനും ഇടയായി. ഞങ്ങൾ പിറ്റന്ന് ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് RCCയിൽ കടന്നുപോയി.
ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു, ഇത്തിരി പേരായിട്ട് കടന്നുപോയി. അവർ വീണ്ടും ഒന്നേന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു അണുക്കളും ഇല്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ 3-4 വർഷം വരെ അടിക്കടി അവർ വിളിക്കുമായിരുന്നു, ചെക്കപ്പ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ക്യാൻസറിൻ്റെ ഒരു അണുക്കളുമില്ല. അവളിപ്പോൾ എല്ലാ ജോലിയും ചെയ്യും. ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ഞങ്ങൾ കുടുംബം ജീവിക്കുന്നു. അടുത്ത സാക്ഷ്യം, എൻ്റെ ഭാര്യ ഞങ്ങളിങ്ങനെ കുടുംബത്തോടെ ഇവിടെ ആരാധനയ്ക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് കണ്ണിന് വളരെ കാഴ്ച കുറവായിരുന്നു. അങ്ങനെ അവൾ പുസ്തകമൊക്കെ നോർത്ത് വെച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ അക്ഷരങ്ങൾ വിട്ടിരിക്കുന്നത് പോലെ തോന്നുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇതുപോലെ പ്രാർത്ഥന മധ്യേ വിളിച്ചു പറഞ്ഞു, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന സഹോദരി, യേശു ഇതാ തൊട്ട് നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ എൻ്റെ ഭാര്യയ്ക്ക് വീണ്ടും പൂർണ്ണ കാഴ്ച കിട്ടി. അക്ഷരങ്ങളൊക്കെ നേരെയായി കാണുവാനായിട്ട് കഴിഞ്ഞു. അടുത്ത സാക്ഷ്യം, ഇതുപോലെ കഴിഞ്ഞ വർഷം 2008 ജനുവരി സ്തോത്രോത്സവത്തിന് ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ ദേശത്ത് ഒത്തിരി പേര് ഇവിടെ കടന്നു വന്നിരുന്നു. അങ്ങനെ ഞാൻ ബൈക്കിലാണ് വന്നത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെയും ഭാര്യയും കൊണ്ട് എല്ലാവർക്കും കൂടെ ബൈക്കിൽ പോകാൻ പറ്റത്തില്ല. എൻ്റെ ഭാര്യയും ചില ബന്ധുക്കളും കൂടെ ബസ്സിൽ കയറി ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങേണ്ട സ്ഥാനത്ത് ഇങ്ങനെ അവർ പോകുകയായിരുന്നു. അപ്പോൾ അന്ന് ആരാധന തീർന്നും അല്പം വൈകിയാണ്. പോകുന്ന വഴി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി വഴിക്കായി. അപ്പോൾ ഇത്തിക്കൂടെ ലേറ്റായി. ഇവരൊരു സ്ഥാനത്ത് പോയി ഇറങ്ങി ഒരു സ്റ്റാൻഡിൽ പോയി ആട്ടോ നോക്കിയപ്പോൾ ആട്ടോകളൊന്നുമില്ലായിരുന്നു. അങ്ങനെ സ്തോത്രം അവരല്പസമയം വെയിറ്റ് ചെയ്തപ്പോൾ ആട്ടോക്കാരൻ വന്നു. ആട്ടോയോട് ചോദിച്ചു, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് കൊണ്ടാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ അല്പസമയം ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. ഒരു സവാരി പോയിട്ട് വരുന്നെന്ന് പറഞ്ഞു. അപ്പോഴാ ആ സവാരി കൊണ്ട് ഇറക്കിയിട്ട് തിരിച്ച് ഇവരെ കൊണ്ടുവരാൻ വേണ്ടി ആട്ടോക്കാരൻ വന്ന് ഇവരോട് ഇങ്ങനെ കയറാൻ പറഞ്ഞു. കയറി യാത്ര ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പോയതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, ഈ ബ്രദറിന്റെ കൂട്ടായ്മയ്ക്ക്, സുന്ദർ സിംഗിന്റെ കൂടെ കൂട്ടായ്മയ്ക്ക് വന്നതെന്ന് പറഞ്ഞപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ ഇത്തിരി പരിഹസിക്കുകയും യേശുവിനെ പഴിക്കുകയും ഈ കൂട്ടായ്മയെ പറ്റി ഇത്തിരി ദുഷിക്കുകയൊക്കെ ഇടയായി. എന്നാൽ ഞാൻ പറയട്ടെ, ആ വ്യക്തിക്ക് സംഭവിച്ചത് കൊണ്ട് ഞങ്ങൾ സന്തോഷിച്ചു പറയുകയല്ല, ആ വ്യക്തിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, സ്തോത്രം. പക്ഷേ ഇവർ പോയി കൊണ്ടിറക്കി പൈസ കൊടുത്ത് വിട്ടു. ഒരാഴ്ചക്കകം തന്നെ ആ ഓട്ടോ ഡ്രൈവർ ആരോ ഓട്ടം വിളിച്ചു കൊണ്ടുപോയി 2 കാലിനെ അടിച്ച് പൊട്ടിച്ച് ആളില്ലാത്തൊരു സ്ഥലത്തിട്ടേച്ച് പോകുവാൻ ഇടയായി തീർന്നു. ആ ഓട്ടോ ഡ്രൈവർ അവിടെ കിടന്നുകൊണ്ട് യേശുവേ യേശുവേ ദൈവമേ എന്ന് കിടന്ന് വിളിക്കുവാൻ തുടങ്ങി, ആരെങ്കിലും രക്ഷ ചെയ്യണമേ എന്ന്. ഇതിൽ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവത്തെയും ദൈവിക കൂട്ടായ്മയും ദുഷിക്കുന്നവരെ ദൈവം ഇപ്രകാരം തൊടുമെന്ന് ഞങ്ങൾക്കും അതൊരു സാക്ഷി എന്നുള്ള തരത്തിൽ ദൈവം പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീകമായിട്ടും ഭൗതികമായിട്ടും ഈ കൂട്ടായ്മ മുഖാന്തരം മാത്രം യേശു ഇന്നും ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കുന്നു. ഈ യേശു കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. ഞാൻ PNM ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചപ്പോൾ 2 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഞാൻ മെഡിക്കൽ കോളേജ് ഡോക്ടറെ ചെന്ന് കാണുകയും ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ആഗസ്റ്റ് മാസം 4-ാം തീയതിയാണ് ഞാൻ ഈ പ്രയർ ഗാർഡനിൽ വരുന്നത്. എൻ്റെ അടുത്ത വീട്ടിലെ ഒരു സഹോദരനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വിടുതൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് 5 മാസമായി ഞാൻ ഗുളികയോ മരുന്നോ ഒന്നും കഴിക്കുന്നില്ല. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങൾ ആദ്യമായി 2008 ജനുവരി 1-ാം തീയതിയാണ് ആദ്യമായി ഈ ആരാധനയിൽ കടന്നു വന്നത്. വളരെ ദുഃഖത്തോടും ഭാരത്തോടും കൂടിയാണ് ഞങ്ങൾ കടന്നു വന്നത്. മോന് വളരെ മുമ്പ് തന്നെ ട്യൂമറിൻ്റെ അസുഖമുണ്ടായിരുന്നു. അപ്പോൾ അവൻ 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അസുഖം ഉണ്ടായത്. അങ്ങനെ 10-ൽ പരീക്ഷ എഴുതി 1 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ അവൻ തോറ്റുപോയി. അങ്ങനെ അവൻ 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ആ ഭാരത്തോടെയാണ് ഈ ആരാധനയിൽ 1-ാം തീയതി ഞങ്ങൾ കടന്നു വന്നത്. അപ്പോൾ വളരെ വിഷമത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ സിസ്റ്റർ മോൻ്റെ പേര് വിളിച്ചിട്ട് വിഷ്ണു 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ
ശ്രമിച്ച വിഷ്ണുവിനെ കർത്താവിതാ തൊട്ട് ആത്മഹത്യയിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ മോൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ നടുങ്ങിപ്പോയി. ഞങ്ങൾ ആദ്യമായാണ് സിസ്റ്ററേയും ബ്രദറിനെയും കാണുന്നത്, ഞങ്ങളെയും കണ്ടിട്ടില്ല. പക്ഷേ മോൻ്റെ പേര് വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇതാണോ എന്ന് വിചാരിച്ച് നടുങ്ങിപ്പോയി. പക്ഷേ മോൻ്റെ പേരായിരുന്നു വിളിച്ചത്. അവൻ 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതിൽ നിന്നും ദൈവം വിടുവിച്ചു. ദൈവത്തിന് മഹത്വം. അടുത്തതായി സാക്ഷി പറയുന്നത് എൻ്റെ മോന് വേണ്ടി തന്നെയാണ്. അവന് ട്യൂമറിൻ്റെ അസുഖമായിരുന്നു. 3 പ്രാവശ്യം അവന് ഓപ്പറേഷൻ കഴിഞ്ഞു. നാലാമത് വീണ്ടും ഈ ട്യൂമർ ഉണ്ടായി. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല. ഞങ്ങൾ മെഡിക്കൽ കോളേജിലും RCCയിലും ഹൈടെക് ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയി. അവനെ ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല, നിങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. വീണ്ടും വളരെ ഭാരത്തോടെ ഞങ്ങളൊരു ഹൈടെക് ഹോസ്പിറ്റലിൽ അവനെ അഡ്മിറ്റ് ചെയ്യുകയും അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഈ ട്യൂമർ 1 കിലോയോളം വലിപ്പമുണ്ട്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അഥവാ ഓപ്പറേഷൻ ചെയ്താൽ തന്നെ അവന് സംസാരശേഷി ഉണ്ടാവില്ല, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും, എന്തെങ്കിലും ഒരു അംഗവൈകല്യം ഉണ്ടാകും, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവൻ 5 ദിവസം മാത്രമേ ജീവിക്കുകയുള്ളൂ, നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ വളരെ വേദനയോടെ 4-ാം ദിവസം ഞാൻ ICUവിൽ കയറി നോക്കിയപ്പോൾ എൻ്റെ മോൻ മരണത്തോടടുത്ത് കഴിഞ്ഞിരുന്നു. ഞാൻ നിലവിളിയോടെ ഞാൻ സിസ്റ്ററിന് ഫോൺ വിളിച്ചു. സിസ്റ്റർ പ്രകാരം പറയുകയുണ്ടായി, ആത്മഹത്യയിൽ നിന്ന് വിടുവിച്ച കർത്താവിത അവനെ തൊട്ട് അവൻ്റെ ട്യൂമർ എടുത്ത് മാറ്റി അവന് പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ട്യൂമർ പൂർണ്ണമായി മാറി അവനിപ്പോൾ പഠിക്കുവാൻ പോകുവാനും തുടങ്ങി. അവന് ഒരു കുഴപ്പമില്ല, കണ്ണിൻ്റെ കാഴ്ചയുണ്ട്, അവന് നടക്കുവാനോ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എൻ്റെ വലിയവനായ ദൈവം ചെയ്ത അത്ഭുതത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് മാനവജാതിയുടെ പാപത്തിന് മറുവില കൊടുത്തു. പാപത്തിനുള്ള ശമ്പളം മരണമാണ്. ഈ മരണത്തിൽ നിന്ന് ഒരുവനെ വിടുവിപ്പാൻ ന്യായപ്രമാണ പ്രകാരം മറ്റൊരാൾ മരിച്ചേ മതിയാകൂ. എൻ്റെ യേശുയെ സ്വയമേ ആ മരണം ഏറ്റെടുത്തു. അപ്രകാരം യേശുവിൽ ആശ്രയിക്കുന്ന ഏവർക്കും ഇന്ന് വിടുതലുണ്ട്. ആ വിടുതലാണ് എനിക്ക് ലഭിച്ചത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് 10 വർഷമായി കുഞ്ഞുങ്ങളൊന്നുമില്ലായിരുന്നു. പല ഡോക്ടർമാരെയും പല വൈദ്യന്മാരെയും ഞങ്ങൾ സമീപിച്ചു, യാതൊരു ഫലവും ഉണ്ടായില്ല. അനേകം മരുന്നുകൾ കഴിച്ചു, ഒരു ഫലവും ഉണ്ടായില്ല. ഞങ്ങൾ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ആരാധനയ്ക്ക് ഇവിടെ മുടങ്ങാതെ വരുമായിരുന്നു. അങ്ങനെ ഒരു സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ ഞാൻ ആ വാതിലിന് സമീപത്തിരിക്കുകയായിരുന്നു. പ്രസംഗ മധ്യത്തിൽ നമ്മുടെ ബ്രദർ വിളിച്ചു പറഞ്ഞു, ഇതാ 10 വർഷമായി ഒരു തലമുറയ്ക്കായി നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ ദൈവം ഇതാ തൊട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു ഷോക്ക് ഏറ്റതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ ഉടൻ തന്നെ എനിക്കത് വിശ്വാസമായി തോന്നി. ഞാൻ ബൈബിളിൽ അത് കുറിച്ചു വയ്ക്കുകയും ചെയ്തു. അതോടെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവം എനിക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. മാത്രമല്ല, പഠനം കഴിഞ്ഞ് 8 വർഷക്കാലം ഒരു ഉപജീവനത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു, പ്രാർത്ഥനയോടെ ആയിരുന്നു. അങ്ങനെ ഒരു സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നപ്പോൾ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഉപജീവനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സഹോദരിയെ ഇതാ ദൈവം തൊട്ട് അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആ സമയം തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിൽ ഒരു ടെസ്റ്റ് എഴുതിയിട്ട് ഇവിടെ പ്രാർത്ഥനയോടെ ആയിരിക്കുകയായിരുന്നു. ടെസ്റ്റിൽ വേക്കൻസി, ഒരേ ഒരു വേക്കൻസി, മലയാളം വിഭാഗത്തിൽ ഒരേ ഒരു വേക്കൻസി. അതെനിക്ക് കിട്ടുമെന്ന് യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു. എന്തായാലും പ്രാർത്ഥനയോടെ ആയിരുന്നു. സിസ്റ്റർ വിളിച്ചു പറഞ്ഞത് എന്നെ തന്നെ, ഞാൻ തന്നെ എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, വീട്ടിൽ പോയപ്പോൾ അറിയുന്നു അതാ കാർഡ് വന്നിരിക്കുന്നു. എനിക്ക് തന്നെയാണ് ആ ഒരു വേക്കൻസിയിൽ, ആ ഒരു വേക്കൻസി ജോലിയും എനിക്ക് തന്നെ ദൈവം തന്നു. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ യേശുവിന് ഞാൻ കോടാനുകോടി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷിയിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എനിക്ക് ഈ ആരാധന മധ്യേ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവം അവസരം തന്നതിനെ ഓർത്ത് ദൈവത്തിന് ആദ്യമായി ഞാൻ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു.
2007 മെയ് മാസം 21-ാം തീയതി ഞാനൊരു ഓപ്പറേഷത്തിന് വിധേയനായി. ഓപ്പറേഷത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ക്യാൻസർ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നെ ഹീമോതെറാപ്പി വിഭാഗത്തിലേക്ക് അയച്ചു. ഹീമോതെറാപ്പി സകല ചികിത്സയും എടുത്തു. എനിക്ക് അസുഖം സുഖമായില്ല. അടുത്ത് തന്നെ റേഡിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചു. 26 റേഡിയേഷൻ എടുത്തു. ആ സമയം ഞാൻ നിലവിളിയുടെ മധ്യയായിരുന്നു. മരണത്തോട് മല്ലടിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് ആ ഭാഗത്ത് റേഡിയേഷനായി ആ ഭാഗം നാറ്റം വെച്ച അവസ്ഥയിലായിരുന്നു, വ്രണമായിരുന്നു. ആ സമയം ഞാൻ മരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു ഒരു ദിവസം ഞാൻ ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങി. എന്നാൽ എൻ്റെ ദൈവം അതിലൊന്നും എന്നെ താമസിച്ചില്ല. അത് 2007 ഡിസംബർ മാസമായിരുന്നു. വേദന സഹിക്കാൻ വയ്യാതെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എനിക്കിനി എത്ര നാൾ ചികിത്സ വേണ്ടി വരുമെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി 1 വർഷത്തോളം ചികിത്സ വേണ്ടി വരുമെന്ന്. 2008 ജനുവരി 1 ഞാൻ ഈ ആരാധനയിൽ കടന്നു വന്നു. ഞാൻ വന്നത് വളരെ താമസിച്ചായിരുന്നു. ഞാൻ അങ്ങ് പുറകെ ഒരു തെങ്ങിൻ്റെ മൂട്ടിലായിരുന്നു ആരാധനയ്ക്ക് ഇരുന്നത്. അപ്പം പ്രാർത്ഥന മധ്യ ബ്രദർ ഇപ്രകാരം വിളിച്ചു പറയുണ്ടായി, ക്യാൻസർ രോഗി നാറ്റം വച്ച അവസ്ഥയിൽ എത്തിയിരിക്കുന്നു, ദൈവം പൂർണ്ണമായി വിടുവിച്ചിരിക്കുന്നുവെന്ന്. ആ സമയത്ത് എൻ്റെ ശരീരം ഒരു ഷോക്ക് ഏറ്റതുപോലെ തോന്നി. ആരാധന കഴിഞ്ഞു ഞാൻ വീട്ടിൽ പോയി. എനിക്ക് രാത്രി ഉറക്കമില്ല. അന്ന് രാത്രി ഞാൻ സുഖമായിട്ട് ഉറങ്ങി. പ്രഭാതത്തിൽ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ നീരൊലിച്ചുകൊണ്ടിരുന്ന ഭാഗത്തുനിന്ന് നീരുണ്ടോയെന്ന് ഞാൻ നോക്കുകയായിരുന്നു. അപ്പം നീരില്ല. ആ വ്രണം അങ്ങ് കരിയുവാൻ തുടങ്ങി. എന്നിട്ട് ഫെബ്രുവരി മാസം വീണ്ടും ചെക്കപ്പിന് പോയപ്പോൾ എന്നെ നോക്കുന്ന ആ ഡോക്ടർ തന്നെ പറയുന്നു, ഇനി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, അസുഖം കംപ്ലീറ്റ് മാറിയിരിക്കുന്നുവെന്ന്. എൻ്റെ വിഷയം ഞാൻ ബ്രദറിനെയോ സിസ്റ്ററിനെയോ അറിയിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ആരാധനയ്ക്ക് കടന്നു വന്നപ്പോൾ ഒരു കത്തെഴുതി എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആരാധന കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ ആ ബോയ്സിലിടണമെന്നായിരുന്നു. എൻ്റെ വിഷയം ഞാൻ ബ്രദറിനെ അറിയിച്ചിട്ടില്ലായിരുന്നു. ഈ 2008 ഒരു മരുന്ന് ഈ അസുഖത്തിൻ്റെ പേരിൽ ഞാൻ കഴിച്ചില്ല. ഇപ്പോഴും ഞാൻ വീണ്ടും ചെക്കപ്പിന് പോയോണ്ടിരിക്കുന്നു. എനിക്ക് അസുഖം ഒന്നുമില്ല, ഇനി മരുന്നൊന്നും കഴിക്കണ്ട എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ രണ്ടാമത്തെ മകൾക്ക് വേണ്ടിയാണ്, രണ്ടാമത്തെ മോൾക്ക് വേണ്ടിയാണ്. എൻ്റെ മോൾ ഒരു ദിവസം സ്കൂളിൽ എല്ലാ പിള്ളേരെക്കാളും എല്ലാ ക്ലാസ്സിലെ പിള്ളേരെത്തും മുമ്പേയും എൻ്റെ മോൾ ഓടി കളിച്ച് ആ നെയ്യാറ്റിങ്കര സ്കൂളിലെത്തും. JBSലായിരുന്നിട്ടും എൻ്റെ മോൾ ഓടി എല്ലാവർക്കും മുമ്പേ എത്തും. ഗേൾസ് സ്കൂളിൽ ചെന്ന് എല്ലാ വിദ്യാർത്ഥികളും വരുന്ന മുമ്പേ അവൾ ചെന്ന് ഓടി ഗ്രൗണ്ടിൽ കളിച്ച് വിളയാടി നടക്കുന്ന മോള് ഒരു ദിവസമായപ്പോൾ സ്കൂൾ പരിപാടി ബെഞ്ചുകളെല്ലാം മേളിലോട്ട് അടുക്കി വെച്ചിരുന്നു. അവളെ കൂടെയുള്ള പിള്ളേരെല്ലാം ഓടിക്കളിച്ചു. ഇവൾ ട്യൂഷൻ ക്ലാസ്സിലെ ഹോംവർക്ക് ചെയ്യുവാൻ വേണ്ടി ഇടതുകാല് മടക്കിയിട്ട് വലതുകാല് നിവർത്തിയിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 10ാം ക്ലാസ് പിള്ളേർ ഒരു ഹാള് വെറുതെ കിടക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് 10ാം ക്ലാസ് പെൺപിള്ളേരെല്ലാം വന്ന് കബഡി കളിച്ചു. 13 പിള്ളേരായിരുന്നു കബഡി കളിക്കാൻ ഉണ്ടായിരുന്നത്. അതിൽ എൻ്റെ മോളോട് ഒരു കൊച്ചു പറഞ്ഞു, അപ്പം നീ നീങ്ങിയിരി, ബെഞ്ച് ഇരിക്കുകയാണ്, ആ സ്ഥലത്തിന് നീങ്ങിയിരി എന്ന് പറഞ്ഞു. എൻ്റെ മോള് സാരമില്ല ചേച്ചി, ഒരേട്ടല്ലേ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവള് അവിടെ തന്നെ ഇരുന്ന് കണക്കിൻ്റെ ഹോംവർക്ക് ചെയ്ത് പൂർത്തിയായില്ല. പിള്ളേർ ഒരു പാർട്ടിക്കാർ ജയിച്ചു, ഒരു പാർട്ടിക്കാർ തോറ്റു. അങ്ങനെ വന്നപ്പോൾ ജയിച്ച പിള്ളേർ സന്തോഷം കൊണ്ട് ഓടിച്ചെന്ന് ആ ബെഞ്ചിൻ്റെ ഒരു സൈഡ് പിടിച്ചപ്പോൾ 5 ബെഞ്ച് ഒരുമിച്ച് മറിഞ്ഞ് വീണു. 4 ബെഞ്ചും എൻ്റെ മോളെ വലത് കാലിൽ ആയിരുന്നു വീഴ്ച. ഒരു ബെഞ്ച് തലയ്ക്ക് പുറകിലും ആയിരുന്നു. ആരും ആ സ്കൂളിലെ പിള്ളേർ സാറിൻ്റെ അടുത്ത് പറയുമോ ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഈ മോളെ അവിടെ ഇട്ടിട്ട് അവർ ഓടി ഒളിച്ചു. എങ്കിലും അവൾ എണീക്കുവാൻ നിവർത്തിയില്ലാതെ വന്നപ്പോൾ എൻ്റെ മൂത്ത മോള് അവിടെ +2 2ാമത്തെ വർഷം പഠിക്കുകയാണ്. ഇവളെ 11 മണിക്ക് നടന്ന സംഭവം 1 മണിയായിട്ട് ഇവൾ ചോറ് കഴിക്കാൻ കാണാത്തതുകൊണ്ട് മൂത്ത മോള് ഓടി ഇവളെ ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ എൻ്റെ മോള് വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു. കാല് നിൽക്കുവാനോ
ശരീരം മുഴുക്ക തളർന്ന ഒരവസ്ഥയായിരുന്നു. അവൾ അവിടെയും പറയാതെ മൂത്ത മോള് ആട്ട പിടിച്ച് എത്രയും പെട്ടെന്ന് അവൾ വീട്ടിലാണ് കൊണ്ടുവന്നത്. ഞാൻ എൻ്റെ ഉപജീവിത മാർഗത്തിന് വേണ്ടി ജോലിക്കായി പോയ സമയത്ത് എൻ്റെ മോൾ 6 മണിയാവുന്നവരെ എൻ്റെ ഈ ഇളയ മോളെ വെച്ചുകൊണ്ട് വീട്ടിലിരുന്നു. ഞാൻ 6:30 ട്രെയിനിന് വന്ന് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മോള് പറയാണ്, നീ അമ്മയോട് പറയണ്ട, അമ്മ അടിക്കും, അതുകൊണ്ട് നീ മിണ്ടാതെ ഇരി എന്ന് പറഞ്ഞു. രാത്രിയായപ്പോൾ അവൾക്ക് ഉറക്കമില്ല. എനിക്ക് എന്തോ പ്രയാസങ്ങൾ തോന്നി. ഞാൻ ചോദിച്ചു, എന്ത് മോളെ നിനക്ക്? അതമ്മ എനിക്ക് പനിയാണെന്ന്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ കാലെല്ലാം നീരടിച്ച് അവിടെ ആയി പഴുക്കുന്ന രീതിയിലായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഓട്ടോ ഇല്ലായിരുന്നു. ഞാൻ ഓടി പിന്നേക്കാട്ട് CSI സഭയുടെ അടുത്ത് ചെന്ന് ഒരു ഓട്ടോ പിടിച്ച് കൊണ്ടുവന്ന് എൻ്റെ മോളെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിച്ചു. അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ എന്നെ അടിച്ചില്ല എന്നേ ഉള്ളൂ. ആ സ്ഥലത്തിൽ എൻ്റെ മോളെ ഞാൻ അവിടെ അഡ്മിറ്റാക്കി 3 മാസക്കാലം അവിടെ കിടന്നു. അവിടെ ചെറിയൊരു ഓപ്പറേഷൻ ചെയ്ത് ആ നീരൊക്കെ മാറിയെങ്കിലും അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. 4-ാം മാസമായപ്പോൾ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ സുനിൽ കുമാർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ആ മോക്ക് കാലിൽ ഓപ്പറേഷത്തിന് വേണ്ടി എഴുതി. അതിരാവിലെ എൻ്റെ മോളെ ഞാൻ ബുധനാഴ്ച ദിവസം ഡ്രസ്സെല്ലാം ചെയ്ത് എൻ്റെ മോളെ തിയേറ്ററിനകത്ത് ഞാൻ നടത്തിയാണ് കൊണ്ടുപോയത്. ഓപ്പറേഷൻ എന്തായിരുന്നാലും നടന്നു. 7:15 എന്നുള്ള സമയം കഴിഞ്ഞു. അതിനുശേഷം പോയ രോഗികളെല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞ് വാർഡിലേക്ക് തിരികെ വന്നു. ഞാൻ എൻ്റെ മോളെ തിയേറ്ററിനകത്ത് അയച്ചിട്ട് ഓടിച്ചെന്ന് എൻ്റെ മോളെ ഷീറ്റെല്ലാം വിരിച്ച് എൻ്റെ മോളെ പെട്ടെന്ന് കൊണ്ടുവരുമല്ലോ എന്നുള്ള ഒരു മനോഭാവത്തോടെ ഞാൻ പ്രാർത്ഥിച്ച് തിയേറ്ററിൻ്റെ ഫ്രണ്ടിലേ നിൽക്കുമായിരുന്നു. ആരുമില്ല. എൻ്റെ മൂത്ത മോളും എൻ്റെ ഭർത്താവും ഞങ്ങൾ 4 പേരും അടക്കം മാത്രമാണ് ഉണ്ടായിരുന്ന ആ സമയത്ത്. എന്നാൽ എൻ്റെ വലിയവനായ ദൈവം എനിക്ക് ആ ബുദ്ധി തോന്നിയില്ല. എൻ്റെ മൂത്ത മോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാവരും വാർഡിൽ പോയപ്പോൾ എൻ്റെ മൂത്ത മോൾ അങ്ങനെ ചാരി നിന്നു. പെട്ടെന്ന് ഡോക്ടർ ഒരു പേപ്പർ കൊണ്ടു കൊടുത്തു. 12-1 മണിയോട് ആയപ്പോൾ പേപ്പർ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ പുറത്തേക്ക് തരാനാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ വരണതിനും പോകണോ എല്ലാ സിസ്റ്റർമാർക്കും ചോദിക്കും, സിസ്റ്റർ എൻ്റെ മോളെ എന്ത് കൊണ്ട് തരാത്തത്, എൻ്റെ മോളെ വിടാത്തത് എന്നൊക്കെ ഞാൻ ഭാരത്തോടെ ഓടി ഞാൻ ഭ്രാന്തർ ചുറ്റുമ്പോൾ ഞാൻ അവിടെയൊക്കെ ഓടി നടന്നിട്ട് എൻ്റെ മോളെ തിരികെ കിട്ടുന്നില്ല. 1 മണിയായി, 2 മണിയായി. 2 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് ഈ പേപ്പറും വെച്ചുകൊണ്ട് നെഞ്ചത്തടിച്ച് എൻ്റെ മോളെ കിടത്തിയ ബെറ്റിൽ ഓടി കമഴ്ന്ന് വീണു. ഞാനിതറിയുന്നില്ല. എൻ്റെ ആ വാർഡ് 23-ാം വാർഡിൽ, മെഡിക്കൽ കോളേജ് 3-ാമത്തെ നിലയിൽ 23-ാമത്തെ വാർഡിൽ അവിടെ കിടന്ന എല്ലാ ദിക്കിലുമുള്ള ആൾക്കാർ എൻ്റെ ചുറ്റും വളഞ്ഞു നിന്നു. എനിക്കെന്താണെന്ന് അറിയാൻ പാടില്ല. ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞ്, എൻ്റെ മോളെ മാത്രം തന്നില്ല, എൻ്റെ മോളെ മാത്രം വിടുന്നില്ല, എന്താണ് പ്രശ്നം? അവരെല്ലാവരും പറഞ്ഞു, എൻ്റെ മോളെ ഇപ്പോൾ തരും, നിങ്ങൾ സമാധാനപ്പെടൂ എന്ന് പറഞ്ഞു. ആ 23-ാം വാർഡിൽ കിടന്ന് ഇടുക്കി ജില്ലയിലുള്ള ഒരു അണ്ണൻ വന്ന് പറഞ്ഞു, അപ്പി നീ സമാധാനപ്പെടൂ, നിൻ്റെ മോളെ പിന്നെ ഇപ്പോൾ പുറത്തു കൊണ്ടുവരും, നീ ശകലം മാറി നില്ല് എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, ഇല്ല അണ്ണാ, ഞാൻ മാറി നിൽക്കില്ല. ഞാൻ പോയ ഈ 5 മാസക്കാലം എനിക്ക് ഉപകാരവും എല്ലാ കാര്യങ്ങളും എൻ്റെ മോക്ക് വേണ്ടി ചെയ്തു തന്ന ആ അണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം നീ മാറി നില്ലേ, നീ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നിന്നെ ഇങ്ങോട്ട് മാറ്റി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് എൻ്റെ മോളെ പുറത്ത് കൊണ്ടു തരാനുള്ള ഐഡിയ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ മോള് മരിച്ചു. ആ സമയം എനിക്കറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ മോള് മരിച്ച സമയത്ത് ഡോക്ടറെല്ലാവരും ഞങ്ങളെ വന്ന് നോക്കി. കാരണം എന്താണെന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടായിരുന്നു. ആ തിയേറ്ററിനകത്ത് തന്നെ എൻ്റെ മോള് മരിച്ചു കിടന്ന അവസ്ഥയിൽ അവർ മൂക്കിൽ പഞ്ഞി വെച്ചു, താടി കെട്ടി, കൈ കെട്ടി, കാല് കെട്ടി, എൻ്റെ മോളെ വെള്ള ഷീറ്റ് അവർ മൂടി അതിനകത്ത് തന്നെ ഇട്ടിരുന്നു. ഞാൻ ഇപ്പോഴൊക്കെ ചെക്കപ്പിന് പോകുമ്പോൾ ആ ഡോക്ടർ എൻ്റെ മോളെയും നോക്കി എന്നെയും നോക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഞങ്ങളെ എല്ലാം വ്യക്തമായി തന്നത്. ഞാൻ ഇവിടെ ആദ്യം പറയുമ്പോഴൊക്കെയും എനിക്ക് പറയുവാൻ നാക്ക് പൊങ്ങുന്നില്ല. കർത്താവ് വലിയവനായ ദൈവം എനിക്ക് ചെയ്തത്. ആ സമയം ഓപ്പറേഷൻ നടന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം ചെയ്തതിന് ശേഷം എൻ്റെ മോള് ഓടി, എൻ്റെ മൂത്ത മോള് തിയേറ്ററിൻ്റെ ഫ്രണ്ടിന് മെഡിക്കൽ കോളേജ് പുറത്തേക്ക് ഓടി ഇരച്ച് വന്ന്
സിസ്റ്ററെ എൻ്റെ ഇളയ അനിയത്തി മരിച്ചുപോയി, എല്ലാം കഴിഞ്ഞ് എൻ്റെ അമ്മ അറിഞ്ഞിട്ടില്ല. സിസ്റ്റർ എൻ്റെ എൻ്റെ അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സമയത്ത് സിസ്റ്റർ ഇതുപോലെ പ്രാർത്ഥിച്ചു. കുഞ്ഞിന് സൗഖ്യം നസ്രയനായ യേശു ദാ കൊടുത്തിരിക്കുന്നു, ദാ പൂർണ്ണമായ ജീവൻ തന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ എൻ്റെ മൂത്ത മോൾക്ക് ഓടിയരച്ച് വന്ന് സിസ്റ്ററിന് ഫോൺ ചെയ്ത് ആ സമയം എൻ്റെ മോടെ ഉച്ചിയിലെ മുടികളെല്ലാം ചലിക്കാൻ തുടങ്ങി. കർത്താവ് വലിയവനാണ്. സിസ്റ്റർ ഫോൺ ചെയ്ത സമയത്ത് എൻ്റെ മോളെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു. കർത്താവെ യേശുവേ പറയട്ടെ, നന്ദി പറഞ്ഞാലും മതി വരാത്ത കർത്താവെ, കർത്താവെ നടക്കും എന്ന് ഒരു ഡോക്ടർ പോലും പറഞ്ഞില്ല. എൻ്റെ സിസ്റ്റർ പറഞ്ഞു എൻ്റെ പൊന്നുമോള് നടന്ന് ഈ പള്ളിക്കകത്ത് വരുമെന്ന് പറഞ്ഞത്. അതേപോലെ എൻ്റെ മോള് ഇതാ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നു. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് സിസ്റ്റർ പറഞ്ഞതുപോലെ എല്ലാം എൻ്റെ മോൾ എനിക്ക് കർത്താവ് തന്നു. യേശുവിന് സ്തോത്രം.